ഹലോ, ഞാൻ നീലിമ വർമ്മ. എൻ്റെ ചാനൽ ഡിസ്കഷൻ വിത്ത് സി ആസ്പിരൻറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ് ഈ ചാപ്റ്റേഴ്സിൽ വന്ന അമെൻമെൻറ്റ്സിനെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് CA, CMA, ഇൻ്റർ, CS എക്സിക്യൂട്ടീവ്, പിന്നെ ഈ പ്രൊഫഷണൽ കോഴ്സസിന് ഫൈനൽ ലെവലുള്ളവർക്കും യൂസ്ഫുള്ളാണ്. ജൂലൈ 20ലും നവംബർ 2020ലും എക്സാംസ് കൊടുക്കുന്ന ആൾക്കാർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഈ വീഡിയോസിനെയൊക്കെ ഷെയർ ചെയ്യുക, ഫുള്ളായിട്ട് വീഡിയോ കാണാം. ആദ്യത്തെ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, സെക്ഷൻ 9, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇതിനകത്താണ് ഫസ്റ്റ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അതിനുശേഷം ഈ പ്രൊവിഷൻ പിന്നെയും നമുക്ക് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രൊവിഷൻ എന്താ പറയണേ വെച്ചാൽ, ഒരു റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇൻ ദി ഫോം ഓഫ് മണി ഔട്ട്സൈഡ് ഇന്ത്യ. പിന്നെ റിപ്പീറ്റ് ചെയ്യാം, റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റിന് മണി ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വെച്ചിട്ട്. അപ്പോൾ നോൺ റെസിഡൻറ്റിൻ്റെ കയ്യിൽ ഈ ഇൻകം സെക്ഷൻ 9 പ്രകാരം ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് കരുതപ്പെടും. അതായത് ആ ഇൻകത്തിന് അസ്യൂം ചെയ്യപ്പെടും ഈ ഇന്ത്യയിലാണ് അത് അക്രൂം അറൈസും ആയതെന്ന്. ഇനി അത് ടാക്സബിൾ ഏത് സെക്ഷനിലാവുക? ടാക്സബിൾ അണ്ടർ സെക്ഷൻ 56 എന്തായിരുന്നു? ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചായിരിക്കും ടാക്സബിലിറ്റി. പക്ഷെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത് സെക്ഷൻ 9 പ്രകാരമായിരിക്കും. അപ്പോൾ ഒരു റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റിന് ഗിഫ്റ്റ് ഇൻ ദി ഫോം ഓഫ് മണി ഔട്ട്സൈഡ് ഇന്ത്യയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നോൺ റെസിഡൻറ്റിൻ്റെ കയ്യിൽ അത് ഇൻകമായി കരുതപ്പെടും ആസ് പെർ സെക്ഷൻ 9 ആൻഡ് ടാക്സബിൾ ആയിട്ട് കരുതപ്പെടും ആസ് പെർ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 56 എന്താ പറയുന്നത്? പൈസയാണെങ്കിൽ 50,000 മുകളിലാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ. പക്ഷെ അത് തന്നെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മാരേജ് ഡേറ്റ് ആ ഫുൾ ലിസ്റ്റില്ലേ, ആ ലിസ്റ്റ് പ്രകാരമാണ് കിട്ടുന്നതെങ്കിൽ അത് എക്സംപ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ ഇൻകം ആയിട്ട് കരുതുന്നത് സെക്ഷൻ 9 പ്രകാരം, ടാക്സബിലിറ്റി നോക്കുന്നത് സെക്ഷൻ 56 പ്രകാരം. ഇനി കൊടുത്ത ആൾ, അതായത് റെസിഡൻറ്റിൻ്റെ ടാക്സബിലിറ്റി എന്തായിരിക്കും? ഒരു ടാക്സബിലിറ്റിയും ഉണ്ടാവില്ല. കാരണം റെസിഡൻറ്റ് കൊടുക്കുന്നത് മണി, അത് ഗിഫ്റ്റ് വിൽ ഇറവക്കബിൾ അസെറ്റ്, ട്രാൻസ്ഫർ ആയിട്ട് കരുതപ്പെടില്ല. അപ്പോൾ അതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സും വരില്ല. ഓക്കെ, അപ്പോൾ നോൺ റെസിഡൻറ്റിന് ഒരു ഗിഫ്റ്റ് ഇൻ ദി ഫോം ഓഫ് മണി ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൊടുക്കുകയാണെങ്കിൽ നോൺ റെസിഡൻറ്റിൻ്റെ കയ്യിൽ അതിന് ഇൻകമായി കരുതപ്പെടും ആസ് പെർ സെക്ഷൻ 9. ടാക്സബിൾ ആവുന്നത് സെക്ഷൻ 56 പ്രൊവിഷൻ അനുസരിച്ച്. കൊടുത്ത റെസിഡൻറ്റിൻ്റെ കയ്യിൽ ഒരു ടാക്സബിലിറ്റി ഉണ്ടാവില്ല, കാരണം അത് കൊടുത്തത് ഗിഫ്റ്റ് വഴിയാണ്. അപ്പോൾ ഗിഫ്റ്റ് ആവുമ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് കരുതപ്പെടില്ല, ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും വരില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷൻ വന്നത് 5th ജൂലൈയുടെ എന്നാണ്. എന്താ വന്നത്? 5th ജൂലൈ. അപ്പോൾ 5th ജൂലൈനാണ് ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആയി തുടങ്ങിയത്. അപ്പോൾ 5th ജൂലൈന് മുമ്പ് എങ്ങാനും ഈ ഇൻസിഡൻറ്റ് നടക്കുകയാണെങ്കിൽ ഈ പ്രൊവിഷൻ അപ്പോൾ അപ്ലൈ ആവില്ല. 5th ജൂലൈക്ക് ശേഷമാണ് ഈ ഇൻസിഡൻറ്റ് വരുന്നതെങ്കിൽ ഈ പ്രൊവിഷൻ അതിൽ അപ്ലൈ ആവും. അതാണ് സെക്ഷൻ 9 വന്ന അമെൻമെൻറ്റ്. ഇനി ഞാൻ നിങ്ങളെ മെയിൻ പ്രൊവിഷനിലേക്ക് കൊണ്ടുപോകാം. Income is in the nature of gift of sum of money, not other property. Generally gift എന്തിൻ്റെ ആയിരിക്കണം? ക്യാപിറ്റൽ അസറ്റിൻ്റെ ആയിരിക്കണം. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ അസറ്റിൽ മണി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇറക്കരുത്, മണി മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് സം ഓഫ് മണി നോട്ട് അതർ പ്രോപ്പർട്ടി വിച്ച് ഇസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 56(2)(10) given by resident to non-resident or foreign company outside India shall be deemed to accrue or arise in India on or after 5th July 2019. 5th July 2019 ശേഷം ഈ ഇൻസിഡൻറ്റ് ഉണ്ടായെങ്കിൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ ഈ പ്രൊവിഷൻ അപ്ലൈ ആവും. പക്ഷെ 5th ജൂലൈന് മുമ്പാണ് ഈ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻ അതിൽ അപ്ലൈ ആവില്ല. അതാണ് സെക്ഷൻ 9 ആദ്യത്തെ അമെൻമെൻറ്റ്. ഇനി നെക്സ്റ്റ് അമെൻമെൻറ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാലറിയിലാണ്. സാലറിയിൽ വന്ന അമെൻമെൻറ്റ്
സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വന്ന അമെൻമെൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നത് 40,000. 2 അലവൻസ് വിഡ്രോ ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അപ്ലൈ ആയത്. 2 ഡിഡക്ഷൻ ഏതാണ് എടുത്തു കളഞ്ഞത്? ഒന്ന് 1,600 ട്രാൻസ്പോർട്ട് അലവൻസ്, പിന്നെ സെക്കൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് കിട്ടുന്നുണ്ടായിരുന്ന 15,000. ഇത് രണ്ടും വിഡ്രോ ആയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000 ഇൻട്രൊഡ്യൂസ് ആയത് കഴിഞ്ഞ വർഷം. ഈ വർഷം ആ 40,000 50,000 ആയിട്ട് അമെൻമെൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫുൾ സമ്മ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് ആലോചിക്കണം. സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡിലും ഇതിൻ്റെ ഒരു ഇഫക്റ്റ് വരും. പിന്നെ രണ്ടാമത് TDS അണ്ടർ സെക്ഷൻ 192 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇത് നമ്മൾ ഇൻകം ഫ്രം സാലറിയാണ്, ടോട്ടൽ ഇൻകം ഫ്രം സാലറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോൾ ആഫ്റ്റർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 16 ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള സാലറിയുടെ ഇൻകത്തിനെയാണ് നമ്മൾ TDSൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻകത്തിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരും. അപ്പോൾ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം 40,000 ആണെങ്കിൽ അതിന് 50,000 വെച്ചിട്ട് നിങ്ങൾക്ക് സമ്മ് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ ആദ്യത്തെ അമെൻമെൻറ്റ് ഇതാണ്. 40,000 എന്നുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ട്രാൻസ്പോർട്ട് അലവൻസിൽ ഇതിനകത്ത് അമെൻമെൻ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷനാണ്. 1,600 എന്നുള്ള ട്രാൻസ്പോർട്ട് അലവൻസ് എടുത്ത് കളഞ്ഞിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നത്. പക്ഷേ SSC ബ്ലൈൻഡ് ആണെങ്കിൽ ഹാൻഡിക്യാപ്പ്, അതായത് ബ്ലൈൻഡ് കേസായിരുന്നു, 3,200 ഇസ് സ്റ്റിൽ അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് അതിനകത്ത് ട്രാൻസ്പോർട്ട് അലവൻസിനകത്ത് നോർമൽ കേസിൽ 1,600 ആയിരുന്നു ഡിഡക്ഷൻ, ബ്ലൈൻഡ് ആണെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 3,200. അപ്പോൾ അതിനകത്ത് 1,600 മാത്രമേ റിമൂവ് ആയിട്ടുള്ളൂ, 3,200 ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷനാണ്, കൺഫ്യൂഷൻ ആവരുത്. 1,600 എടുത്ത് കളഞ്ഞു, ഇനി ആ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവില്ല, അതിന് പകരമാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നത്. പക്ഷെ 3,200 ബ്ലൈൻഡിന് കിട്ടുന്നത് ഇപ്പോഴും അത് കണ്ടിന്യൂ ആണ്. ഓക്കെ, ബ്ലൈൻഡ് ഓർ ഹാൻഡിക്യാപ്ഡിന് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് അമെൻമെൻറ്റ് ഇതിനകത്ത് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എൻ്റെ ചാർട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് ഇത് തീർച്ചയായിട്ടും ഓർത്ത് വയ്ക്കുക. ഗ്രാജുവേറ്റിയുടെ ലിമിറ്റിലാണ് ഇത് വന്ന അമെൻമെൻ്റ് ഉള്ളത്. അപ്പോൾ ഗ്രാജുവേറ്റി ഞാനൊരു സെക്കൻഡ് ഒന്ന് റിവൈസ് ചെയ്യാം. ഗ്രാജുവേറ്റി അണ്ടർ സെക്ഷൻ 1010 ആയിരുന്നു. അപ്പോൾ ഗ്രാജുവേറ്റിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യാം. ഗ്രാജുവേറ്റി ഡ്യൂറിങ് സർവീസ് കിട്ടുകയാണെങ്കിൽ ടാക്സബിൾ, ആഫ്റ്റർ ഡെത്ത് കിട്ടുകയാണെങ്കിൽ എക്സെംപ്റ്റ്, ഓൺ റിട്ടയർമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ 2 ബൈഫർക്കേറ്റ് ചെയ്യും. ഗവൺമെൻറ് എംപ്ലോയി, നോൺ ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സാംപ്റ്റ്, നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നമ്മൾ അതിനെ പിന്നെയും കാറ്റഗറൈസ് ചെയ്യും. കവേർഡ് അണ്ടർ GP ആക്ട് ആൻഡ് നോട്ട് കവേർഡ് അണ്ടർ GP ആക്ട്. അപ്പോൾ കവേർഡ് അണ്ടർ GP ആക്ടിൽ എന്തായിരുന്നു? ആക്ച്വൽ ഗ്രാജുവേറ്റി റിസീവ് 15/26 into last month's salary drawn at the time of retirement into number of years completed or apart in excess of 6 months and 20 lakhs എന്ന് പറഞ്ഞിട്ട് മാക്സിമം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 20 lakhs കവേർഡ് അണ്ടർ GP ആക്ടിലായിരുന്നു. നോട്ട് കവേർഡ് അണ്ടർ GP ആക്ടിൽ 10 lakhs ആയിരുന്നത് അമെൻഡ്മെൻറ്റ് വഴി 20 lakhs ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. കവേർഡ് ആയിരുന്നെങ്കിലും നോട്ട് കവേർഡ് ആണെങ്കിലും രണ്ടിലും 20 lakhs ആണ് ലിമിറ്റ്. ഓക്കെ, അപ്പം നോട്ട് കവേർഡിൽ 10 lakhs ആയിരുന്നത്, ലാസ്റ്റ് ഇയറിൽ 10 lakhs ആയിരുന്നത് ഈ വർഷം, അതായത് ഈ അമെൻമെൻറ്റിൽ നിങ്ങൾക്ക് 20 lakhs ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല, വെദർ ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ GP ആക്ട് 1972 ഓർ നോട്ട് കവേർഡ് അണ്ടർ GP ആക്ട്, രണ്ടാണെങ്കിലും ലിമിറ്റ് എത്രയാണ്? 20 lakhs ആണ് ലിമിറ്റ്. അപ്പോൾ സാലറിയിൽ എത്ര അമെൻമെൻറ്റ്സ് ആണ്? 3 അമെൻമെൻറ്റ്. ആദ്യം നമ്മൾ സെക്ഷൻ 9 സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകമിൽ സെക്ഷൻ 9 അമെൻമെൻറ്റ് വന്നു. സാലറിനകത്ത് വന്നത് 3 അമെൻമെൻറ്റ് ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആയി, രണ്ടൊരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. ബ്ലൈൻഡിനുള്ള 3,200 ഇപ്പോഴും ഉണ്ട്. ഗ്രാജുവേറ്റിയിൽ രണ്ടിലും കവേർഡ് ആണെങ്കിലും നോട്ട് കവേർഡ് ആണെങ്കിലും 20 lakhs ആണ് ലിമിറ്റ്. ഓക്കെ, ഇനി അടുത്ത ഹെഡ് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി നോക്കാം. ആദ്യം നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷനെ കുറിച്ച് ആദ്യം ഒന്ന് റിവൈസ് ചെയ്യാം 1 മിനിറ്റിൽ. അപ്പോൾ ആദ്യം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി നമ്മൾ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് RER കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? RER ഓർ ആനുവൽ റെൻറ്റ് വിച്ച് യു റിസീവ് വിച്ച് എവർ ഇസ് ഹയർ, അതാണ് നമ്മൾ
കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ GAV ഇങ്ങനെ കിട്ടുക RER ഓർ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് വിച്ച് എവർ ഇസ് ഹയർ ആണ് നിങ്ങളുടെ GAV ആവുന്നത്. GAVന്ന് മൈനസ് ആവുന്നത് മുനിസിപ്പൽ ടാക്സ്, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും NAV. NAVന്ന് അണ്ടർ സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ആൻഡ് 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ അൺലിമിറ്റഡ്, എത്രയാണെങ്കിലും അത്ര എടുക്കാം. അതാണ് നിങ്ങളുടെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിലും. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ എന്തായിരുന്നു? GAV നിൽ, മുനിസിപ്പൽ ടാക്സ് നിൽ, NAVയും നിൽ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരില്ല. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 2 lakh ഓർ 30,000 ഇതായിരുന്നു നിങ്ങളുടെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ. 2 lakh നിങ്ങൾക്ക് ഡിഡക്ഷൻ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നിങ്ങൾക്ക് 2 lakh വേണമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്തായിരുന്നു? ലോൺ എടുത്തിട്ടുണ്ടാവണം, അക്വിസിഷൻ ഓർ പ്രോപ്പർട്ടി നിങ്ങൾ അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പർപ്പസിനായിരിക്കണം. ഓണർ ആഫ്റ്റർ 1/4/1999 ആൻഡ് കംപ്ലീറ്റഡ് വിതിൻ 5 years. അപ്പോൾ ഇത് 3 ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 lakhന്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് അമെൻമെൻറ്റ് വന്നത് നോക്കാം. സെക്ഷൻ 23 അലൗസ് നിൽ GAV, അതായത് സമ്മറൈസ് ചെയ്തിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം. ആദ്യം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോപ്പർട്ടീനെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് അനദർ പ്രോപ്പർട്ടി ഡീം ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആവും. അപ്പോൾ 2 പ്രോപ്പർട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ അമെൻമെൻറ്റ് ഒരു വീടുള്ള ആൾക്ക് ബാധിക്കുകയില്ല. ഒന്നിൽ കൂടുതൽ വീടുള്ള ആൾക്കാർ ആയിരുന്നെങ്കിൽ ഒരു വീട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീടിനെ SOP ആയിട്ട് കൺസിഡർ ചെയ്യാം, മറ്റേ വീട് DLOP ആയിട്ട് കൺസിഡർ ആവും. ഓക്കെ, അപ്പോൾ വന്ന അമെൻമെൻറ്റ് എന്താണ്? ഒരു SSAക്ക് 2 വീട് SOP ആക്കി എടുക്കാം, 3ാമത്തെ വീട് DLOP ആവും. സപ്പോസ് എനിക്ക് 3 വീടുണ്ട്, 3ഉം ഞാൻ ലെറ്റ് ഔട്ട് അല്ല, അപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ 3ൽ 2 വീട് എനിക്ക് SOP ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള വീട്, അതായത് മറ്റു വീടുകൾ എനിക്ക് എന്താവും? DLOP ആയിട്ട് കണക്കാക്കും. എനിക്ക് 4 വീടുണ്ടെങ്കിൽ അതിൽ 2 വീട് എനിക്ക് SOP ആയി കൺസിഡർ ചെയ്യാം, ബാക്കി 2 വീട് എൻ്റെ DLOP ആവും. ഓക്കെ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യണത് പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ സം വരാം 3 പ്രോപ്പർട്ടിയുടെ. അപ്പോൾ 3 പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്? ഞാനൊരു സാമ്പിൾ കാണിക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് വീടും സെക്കൻഡ് വീടും SOP ആയിട്ട് കൺസിഡർ ചെയ്യാം, 3ാമത്തേത് DLOP ആവും. SOPയിൽ GAV നിൽ, സെക്കൻഡ് SOPയിലും നിൽ, DLOP ഇവിടെ ആനുവൽ റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഉണ്ടാവില്ല. അപ്പോൾ RER തന്നെ നിങ്ങളുടെ എന്താവും? GAV തന്നെയാവും. അതായത് റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് തന്നെ നിങ്ങളുടെ എന്താവും? GAV ആവും. ലെസ് മുനിസിപ്പൽ ടാക്സ് നിൽ നിൽ ആൻഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24. SOPയിൽ ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടില്ല, DLOPയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കുക 30%. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് 2 lakh ഓർ 30,000. എന്താണ് നിങ്ങളുടെ കേസ് അനുസരിച്ച്? അക്വിസിഷൻ ഓർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 2 lakh, മറ്റേ റിപ്പയർസ് ഓർ റിന്യൂവൽ ആണെങ്കിൽ 30,000. DLOPയിൽ അൺലിമിറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ്. നൗ ഒരു ക്ലാരിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. കുറേ പ്രാവശ്യം ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ 2 ലക്ഷം ഓർ 30,000 വാട്ട് എവർ ദ കേസ് മേ ബി, ഇത് ഇൻഡിവിജ്വൽ SOPക്കാണോ കിട്ടുക? അല്ല, ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് അഗ്രിഗേറ്റ് ആണ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 വീടിനും കൂടിയിട്ടാണ് 2 ലക്ഷം അല്ലെങ്കിൽ 30,000 ആസ് എ കേസ് മേ ബി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട് 2 വീടിനും കൂടിയിട്ടാണ് എത്ര? 2 lakh ഓർ 30,000. ഓരോ വീടിന് 2 lakh കിട്ടില്ല, 2 വീടിനും കൂടിയിട്ടാണ് 2 lakh ഓർ 30,000. ഓക്കെ, ഇത് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസിൽ നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡ്, ഇപ്പോഴത്തെ കേസിൽ ഫസ്റ്റും സെക്കൻഡും SOP എടുത്തു, തേർഡ് DLOP. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റിനെ DLOP ആയിട്ട് കൺസിഡർ ചെയ്യുക, സെക്കൻഡും തേർഡും SOP ആവും. ഓക്കെ, അതനുസരിച്ച് സോൾവ് ചെയ്യാം. നെക്സ്റ്റ് തേർഡ് എന്തായിരിക്കും? സെക്കൻഡിനെ DLOP ആയിട്ട് കൺസിഡർ ചെയ്യുക, ഫസ്റ്റും ലാസ്റ്റും SOP ആവും. അങ്ങനെ 3 തരത്തിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾ ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഒബ്വിയസ്ലി എവിടെയാണോ നിങ്ങൾക്ക് ലോസ് കൂടുതൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യും? SOP ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് നിങ്ങളുടെ ഇൻകം എത്രത്തോളം കുറയുന്നു ആ പാർട്ടിനെ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യും? ബെസ്റ്റ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അമെൻമെൻറ്റ് ഞാൻ റീഡ് ചെയ്യാം. Section 23 allows claiming nil GAV with respect to a property which is self-occupied or unoccupied. Earlier, nil GAV could be claimed only with respect to one such HP only.
പോസ്റ്റ് അമെൻമെൻറ്റ് നിൽ GAV can be claimed with respect to two such properties. അതായത് GAV നില്ല് രണ്ട് പ്രോപ്പർട്ടിയുടെ GAV നമുക്ക് നില്ലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ട് SOPക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആദ്യം അമെൻമെൻറ്റിന് മുന്നേ ഒരു SOP പറ്റുള്ളൂ, മറ്റത് DLOP ആവും. ഇപ്പോൾ രണ്ട് SOP ആയിട്ട് കൺസിഡർ ചെയ്യാം, ബാക്കിയുള്ളത് DLOP ആവും. ഓക്കെ, ഞാൻ പറഞ്ഞ ക്ലാരിഫിക്കേഷൻ ഇവിടെയുണ്ട്. മോർ ദാൻ വൺ ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ്. വെർ മോർ ദാൻ വൺ ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ്, then any two house property could be treated as SOP and other property shall be DLOP. Maximum limits of 30,000 or 2 lakhs is for aggregate of introduction. അതായത് രണ്ട് വീടിന് കൂടിയിട്ടാണ് നിങ്ങളുടെ അഗ്രിഗേറ്റ് ആണ് ആ ഡിഡക്ഷൻ, അല്ലാതെ ഇൻഡിവിജ്വൽ ഹൗസിന് കിട്ടില്ല. ഇതാണ് ഫസ്റ്റ് അമെൻമെൻറ്റ്. ഓക്കെ, ഇനി ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള സെക്കൻഡ് അമെൻമെൻറ്റ്. സെക്കൻഡ് അമെൻമെൻറ്റ് ഇത് ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽഡേഴ്സിനാണ്. അപ്പോൾ ബിൽഡേഴ്സിൻ്റെ ഇതെന്താ പറയണത്, ഞാനൊരു എക്സാമ്പിൾ വഴി പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, ഒരു ബിൽഡർ ഉണ്ട്, അയാളുടെ കയ്യിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്, ബിസിനസ്സിൽ യൂസ് ചെയ്യാണ്, അല്ല ബിൽഡറാണ്, എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ട്. സപ്പോസ് ഞാൻ XYZ ബിൽഡേഴ്സ് ആണ്, ഒരു XYZ ബിൽഡേഴ്സ് ഉണ്ട്, അയാളുടെ കയ്യിൽ 6 ഫ്ലാറ്റ്സ് അൺസോൾഡ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ 6 ഫ്ലാറ്റ് വിറ്റ് പോയിട്ടില്ല, അത് അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ HP-യുടെ റൂൾസ് അനുസരിച്ച് ഹി ഈസ് ആൻ ഓണർ, ലാൻഡ് അപ്പോർട്ടൻറ്റ് ടു, അതായത് ബേസിക് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇത് HP ഇൻകം ആയിട്ട് കൺസിഡർ ആവും, കാരണം അൺസോൾഡ് ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഓൾഡ് പ്രൊവിഷൻ എന്തായിരുന്നു? 1 year ഫ്രം ദി എൻഡ് ഓഫ് ദി ഇയർ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ദിസ് ക്യാൻ ബി ക്ലെയിംഡ് എ GAV നിൽ. അതായത് ഇപ്പോൾ ഞാൻ ഒരു ബിൽഡറാണ്, എൻ്റെ ഫ്ലാറ്റ്സ് പെട്ടെന്ന് വിറ്റ് പോകണമെന്നില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് CBDT എനിക്കൊരു ഫേവർ ചെയ്തു. ഒരു ഫേവർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1 year ഫ്രം ദി എൻഡ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഇയർ ഓഫ് കംപ്ലീഷൻ, സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ. അതായത് ഞാൻ ബിൽഡറാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടും. ആ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷനിൽ നിന്ന് അത് കിട്ടുന്ന ഇയറിൻ്റെ എൻഡ് മുതൽ 1 year വരെ നിങ്ങൾക്ക് GAV എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? നില്ലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് GAV റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഫൈനാൻഷ്യൽ ഇയർ 16-17 ആണ്, ഫൈനാൻഷ്യൽ ഇയർ 16-17 എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടിയത്. അപ്പോൾ 1 year ഫ്രം ദി എൻഡ് ഓഫ് ദി സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ, അതായത് 1 year, ഈ ഡേറ്റ് മുതൽ 1 year വരെ, അതായത് അപ്പോൾ 17-18 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ GAV നില്ലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് ഇവിടെ വായിക്കണം. എൻഡ് ഓഫ് ദി ഇയർ, എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31st March 2017 മുതൽ 1 year. ഓക്കെ, അപ്പോൾ അടുത്തത് എപ്പോഴാണ് വരുന്നത്? ഫൈനാൻഷ്യൽ ഇയർ 18-19 റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് അനുസരിച്ച് എനിക്ക് GAV കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഒബ്വിയസ്ലി ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഇല്ല, കാരണം അതെൻ്റെ ഫ്ലാറ്റാണ്, ഞാൻ വിൽക്കാൻ ഇട്ടിരിക്കുന്ന ഫ്ലാറ്റാണ്. അവിടെ നിന്ന് എനിക്ക് റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ ലെറ്റർ പ്രോപ്പർട്ടി ആവും. പക്ഷേ അത് അൺസോൾഡ് ഫ്ലാറ്റാണ്. അപ്പോൾ എനിക്ക് റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ ബേസിസിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? GAVയിൽ ടാക്സബിൾ ആക്കേണ്ടി വരും. ഇതായിരുന്നു ഓൾഡ് പ്രൊവിഷൻ. അപ്പോൾ 1 year ഫ്രം ദി എൻഡ് ഓഫ് ദി ഇയർ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ ആയിരുന്നു പണ്ട്. അമെൻമെൻറ്റിന് ശേഷം ഈ 1 year എന്നുള്ളത് എന്തായി? 2 years ആയി. അതായത് 2 വർഷം നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ മുതൽ അതിൻ്റെ എൻഡ് മുതൽ 2 വർഷം വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതിനെ സെയിൽ ചെയ്യാനായിട്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് അത് PGBP ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. സെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2 വർഷം നിങ്ങൾക്ക് GAV നില്ലായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ 3ാമത്തെ വർഷം GAV നിങ്ങളുടെ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് അനുസരിച്ച് ടാക്സബിൾ ആക്കേണ്ടി വരും. സെയിം എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ വരാം. 2016-17 എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ കിട്ടി. എൻഡ് ഓഫ് ദി ഇയർ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 31st March 2017 ആണ് എൻഡ്. അവിടുന്ന് 2 വർഷം. അപ്പം എന്താ? 17-18, 18-19 2 വർഷം എനിക്ക് GAV നില്ലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷെ 19-20 അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യേണ്ടി വരും? റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് അനുസരിച്ച് ടാക്സബിൾ ആക്കേണ്ടി വരും.
മനസ്സിലായോ? അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻ്റർ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജനറലി ബിൽഡേഴ്സിനാണ്. എൻ്റെ കയ്യിൽ അൺസോൾഡ് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ പ്രൊവിഷൻ 1 ഇയർ ഫ്രം ദി എൻഡ് ഓഫ് ദി ഇയർ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ എനിക്ക് GAV നിലെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ 1 ഇയർ എത്രയായി? 2 years ആയി. അപ്പോൾ 2 ഇയർ ഫ്രം ദി എൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ 2 വർഷം സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലാറ്റ് സെയിൽ ചെയ്യേണ്ടി വരും. PGBP ഇൻകം ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 3ാമത്തെ വർഷത്തിൽ റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യേണ്ടി വരും? GAV ടാക്സബിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ 2 അമെൻമെൻറ്റാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ SOP, അതായത് 2 SOP എടുക്കാനുള്ള വകുപ്പുണ്ട്. 2ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ബിൽഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് 2 വർഷം വരെ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ മുതൽ 2 വർഷം വരെ നിങ്ങൾക്ക് GAV നില്ലെടുക്കാം. പക്ഷേ 3ാമത്തെ വർഷത്തിൽ GAV എന്താവും? റീസണബിൾ എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ ബേസിസിൽ അതിനെ നിങ്ങൾക്ക് ടാക്സബിൾ ആക്കേണ്ടി വരും. അപ്പോൾ ഇതുവരെ നമ്മൾ സെക്ഷൻ 9 പഠിച്ചു, സാലറിയുടെ 3 അമെൻമെൻറ്റ് പഠിച്ചു, പിന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ 2 അമെൻമെൻറ്റ് പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് PGBP ഇൻകത്തിലുള്ള, അതായത് PGBP ഹെഡിലുള്ള അമെൻമെൻറ്റ്സ് നോക്കാം. PGBPയിൽ ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ അമെൻമെൻറ്റ് കാരണം 3-4 സെക്ഷനുകളിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കുഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് ഒരു വേർഡ് വന്നത് കാരണം നമുക്ക് 4-5 സ്ഥലങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അമെൻമെൻറ്റ് ഇൻ മൾട്ടിപ്പിൾ സെക്ഷൻസ് ടു പ്രൊമോട്ട് ലെസ് ക്യാഷ്ലെസ് എക്കണോമി, അതായത് ക്യാഷ്ലെസ് എക്കണോമീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡ് ഓഫ് പേയ്മെൻറ്റ് 3 ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. അതായത് പേയ്മെൻറ്റ് ഹാസ് ടു ബി അക്കൗണ്ട് പേയി ചെക്ക് ഓർ അക്കൗണ്ട് പേയി ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം. അപ്പോൾ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം വഴി അല്ലെങ്കിൽ ചെക്ക് വഴി അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ് വഴി പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് കുറേ സെക്ഷനുകളിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്തായിട്ടാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റമിൽ നമ്മുടെ ജനറലി NEFT, RTGS, IMPS ഇത് 3 ജനറലി നമ്മുടെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റമിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ Paytm വഴി നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അത് ഒരു ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം വഴിയല്ല, പക്ഷേ പേയ്മെൻറ്റിൻ്റെ ബാങ്കിലൂടെ തന്നെയാണ് പോകുന്നത്. അത് ചെക്കും അല്ല, ഡ്രാഫ്റ്റും അല്ല. അപ്പോൾ അങ്ങനത്തെ പേയ്മെൻറ്റ്സിനെ എങ്ങനെ കൺസിഡർ ചെയ്യും എന്നുള്ളതിലാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു വേർഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് അതർ ഇലക്ട്രോണിക് മോഡ്. ഈ അതർ ഇലക്ട്രോണിക് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൂഗിൾ പേ വഴിയാവാം, Paytm വഴിയാവാം, ക്യാഷ് ബാക്ക് നിങ്ങൾ യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ വരുന്നത് അതൊക്കെ പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക് മോഡിൽ കവറാവും. ഓക്കെ, അപ്പോൾ ഇനി 4 മോഡാണ്. ഇതുവരെ നമുക്ക് 3 മോഡിലാണ് നമ്മുടെ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് എത്ര മോഡ്സ് ഉണ്ട്? 4 മോഡ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ അക്കൗണ്ട് പേയി ചെക്ക്, അക്കൗണ്ട് പേയി ബാങ്ക് ഡ്രാഫ്റ്റ്, ECS ഓർ അതർ ഇലക്ട്രോണിക് മോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ മെയിൻ എന്തായിരുന്നു പ്രൊവിഷൻ? 40A3 നമ്മളൊരു പ്രൊവിഷൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? എനി പേയ്മെൻറ്റ് മെയ്ഡ് ടു എ പേഴ്സൺ ഇൻ എ സിംഗിൾ ഡേ ഫോർ എ സിംഗിൾ ബിൽ exceeding rupees 10,000 or 35,000 other than by account pay check or draft or ECS. ഇപ്പോൾ ഒരു പുതിയ അമെൻമെൻറ്റ് വന്നത് എന്താണ്? അതർ ഇലക്ട്രോണിക് മോഡ്. ഈ വേർഡ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം സെക്ഷൻ 35AD. ഞാൻ എല്ലാം സെക്ഷൻ്റെ മുന്നേ നിങ്ങൾക്കൊരു റീക്യാപ്പ് തരാം, ആ സെക്ഷൻ എന്തായിരുന്നു എന്നുള്ളത്, സോ ദാറ്റ് ഇറ്റ് വുഡ് ബി ഈസി ഫോർ യു ടു കണക്ട്. Section 35AD specified business, cold storage, warehouse facility, cross country pipeline, hotel 2 stars above, hospital 100 beds. അപ്പോൾ ആ സ്പെസിഫൈഡ് ബിസിനസ്സിൽ അതിലെന്തായിരുന്നു ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻസ്, ഏതെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾ ചെയ്യാണ്, exceeds rupees 10,000, deduction under section 35AD is allowed only if payment is made through any 4 modes. എങ്ങാനും നിങ്ങൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പേയ്മെൻറ്റ് 4 മോഡ്സിലൂടെ, അതായത് അക്കൗണ്ട് പേ ചെക്ക്, ബാങ്ക് ഡ്രാഫ്റ്റ്, ECS ആൻഡ് അതർ ഇലക്ട്രോണിക് മോഡിലൂടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ 35ADയുടെ ഡിഡക്ഷൻ നിങ്ങൾക്ക് അലൗ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അലൗ നിങ്ങൾക്ക് കിട്ടില്ല, അതിനെ അവർ ഡിസലൗ ചെയ്യും. ഓക്കെ, ഇനി സെക്ഷൻ 40A3(3)A
ക്യാഷ് പേയ്മെൻറ്റ്സ്. നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 വരെ അലൗഡ് ആണ്. പക്ഷേ 10,000 മുകളിൽ നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ 4 മോഡ് വഴിയായിരിക്കണം. 4 മോഡ്സിൽ അല്ല ചെയ്തതെങ്കിൽ അത് ഡിസലവ് ആയി മാറും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 40A3(3)A. അപ്പോൾ ഇത് നിങ്ങളുടെ മൊഡ്യൂളിലുണ്ടാവും, അത് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. ബിക്കോസ് ദിസ് ഇസ് അമെൻമെൻറ്റ് ലെക്ചർ. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ലൈനും റീഡ് ചെയ്യില്ല, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് മാത്രമേ ഞാൻ റീഡ് ചെയ്യുന്നുള്ളൂ. സെക്ഷൻ 43(1) ആക്ച്വൽ കോസ്റ്റ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാണ് ₹10,000 മുകളിൽ, അതായത് എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്യാണ്. ഒരു അസറ്റ് ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 10,000 വരെ ക്യാഷ് പേയ്മെൻറ്റ് നടത്താം. പക്ഷേ 10,000 മുകളിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ഇലക്ട്രോണിക് മോഡ് വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് പേ ചെക്ക്, ബാങ്ക് ഡ്രാഫ്റ്റ്, ECS വഴിയോ പേയ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും പറ്റില്ല. മാത്രമല്ല അതിൻ്റെ മുകളിൽ ഡെപ്രിസിയേഷനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ ആക്ച്വൽ കോസ്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ 4 മോഡ്സിലൂടെ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. ഡെപ്രിസിയേഷനും ക്ലെയിം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ 4 മോഡ്സിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ 35ADയിൽ നിങ്ങൾ അമെൻമെൻറ്റ് കണ്ടു, 40A3യിൽ 43(1) ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഈ 43CA മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഒന്ന് ഓർത്ത് നോക്കുക. 43CA പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. 3 സെക്ഷനുകൾ, ഈ 3 സെക്ഷനുകൾ ഒരുമിച്ചാണ് എപ്പോഴും നടക്കുക. 43CA, 50C, 56 to 10. ഞാൻ പറയാം, ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇത് അമെൻമെൻറ്റ് ലെക്ചറാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺസെങ്കിലും നിങ്ങൾ ഈ റീഡിങ് കഴിഞ്ഞിട്ടുണ്ടാവണം. 43CA when immovable property is held as stock in trade. പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ 43CA. ആ പ്രോപ്പർട്ടീനെ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 50C ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷനിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടുകയാണെങ്കിൽ 56 to 10. അപ്പോൾ 43CAയിൽ പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അപ്പോൾ അവിടെ നിങ്ങൾക്ക് പൈസ കിട്ടും. 50C സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും. 56 to 10, ഓക്കെ, അവിടെ നിങ്ങൾ ഗിഫ്റ്റ്, സപ്പോസ് നിങ്ങൾ ഗിഫ്റ്റിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ബൈ ആണ്, അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുമ്പോഴും പൈസ കിട്ടുന്നതും പൈസ കൊടുക്കുമ്പോഴും അത് ഈ 4 മോഡ്സിലൂടെ ആയിരിക്കണം. അതായത് കൺസിഡറേഷൻ ഷുഡ് ബി ഇൻ ദ 4 മോഡ്സ്: അക്കൗണ്ട് പേ ചെക്ക്, ഡ്രാഫ്റ്റ്, ECS ഓർ അതർ ഇലക്ട്രോണിക് മോഡൽ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ റൂൾ എങ്ങനെയായിരുന്നു? ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് നിങ്ങളുടെ ട്രാൻസ്ഫർ. ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റും ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറും ഒരേ ഡേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ സപ്പോസ് ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് ആൻഡ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ വേറെ ദിവസങ്ങളാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് SDV ഓൺ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് എപ്പോൾ എടുക്കാൻ പറ്റും? എങ്ങാനും നിങ്ങൾ ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റിൻ്റെ ദിവസം ഈ 4 മോഡ്സിലൂടെ പേയ്മെൻറ്റ് ഓർ പാർട്ട് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റിൻ്റെ SDV എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൻ്റെ SDV എടുക്കേണ്ടി വരും. ഞാൻ പിന്നെയും പറയാം, ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ്, ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഒരേ ദിവസമാണെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റ്, ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ 2 വേറെ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റിൻ്റെ SDV ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓർ പാർട്ട് പേയ്മെൻറ്റ് എന്തിൽ ചെയ്യണം? ഈ 4 മോഡ്സിലൂടെ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് എഗ്രിമെൻറ്റിൻ്റെ SDV എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൻ്റെ SDV എടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ 43CA പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഇതിനാണ് വന്നിരിക്കുന്നത്. സെക്ഷൻ 44AD പ്രിസംപ്റ്റീവ് ഇൻകം. അതായത് നിങ്ങൾക്ക് പ്രിസംപ്റ്റീവ് ഇൻകത്തിൽ 6% ഓഫ് ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീറ്റ്സ് എപ്പോൾ എടുക്കാൻ പറ്റും? അതായത് നിങ്ങളുടെ ഗ്രോസ് റെസീറ്റ്സ് ഓർ ടേൺ ഓവർ നിങ്ങൾക്ക് 4 മോഡ്സിലൂടെയാണ് കിട്ടിയതെങ്കിൽ, അതായത് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 6% ഓഫ് ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീറ്റ്സ് ഡീംഡ് ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റും, ഡീംഡ് പ്രിസംപ്റ്റീവ് ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മോഡ്സിലൂടെ അല്ല കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 8% ആയിരിക്കും നിങ്ങളുടെ പ്രിസംപ്റ്റീവ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഈ ഒരു വേർഡിൽ നിങ്ങൾക്ക് എത്ര അമെൻമെൻറ്റ്സ് ആണ് വന്നത്? ഒന്ന് 35D, 40A3, 43CA, 50C, പിന്നെ 56, 210 ആൻഡ് 44AD. അപ്പോൾ ഇത്രയും സെക്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു വേർഡിൻ്റെ, അതായത് ഇത് വലിയൊരു കാര്യമല്ല, പക്ഷെ ആ ഒരു വേർഡ് കാരണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് വരാം. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 40A1 പേയ്മെൻറ്റ് വിതൗട്ട് TDS. അപ്പോൾ ഇത് വലിയൊരു എക്സ്പ്ലനേഷനാണ്. ഞാനിതിനെ സമ്മറൈസ് ചെയ്തിട്ട്, ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷനാണ്, ഞാനിതിനെ സമ്മറൈസ് ചെയ്തിട്ട് എൻ്റെ ഒരു നോട്ട്സിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫൈൻ. ഞാനതിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ തന്നെ ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കാം. സപ്പോസ് ഞാൻ റെസിഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. ഓക്കെ, സപ്പോസ് ഞാൻ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ TDS കട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ TDS കട്ട് ചെയ്തു പക്ഷെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? 100% ഡിസലവ് ആവും. ഞാൻ പിന്നെ പറയാം. റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ TDS കട്ട് ചെയ്തു പക്ഷെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ പേയ്മെൻറ്റ് 100% എന്താവും? ഡിസലവ് ആവും. ഓക്കെ, ഇനി ഞാൻ റെസിഡൻറ്റ്, മറ്റൊരു റെസിഡൻറ്റിന് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്യണം. TDS കട്ട് ചെയ്തു പക്ഷെ ഞാൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 30% എന്താവും? ഡിസലവ് ആവും. ഓക്കെ, ഇനി അമെൻമെൻറ്റ് എവിടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ റെസിഡൻറ്റ് ടു റെസിഡൻറ്റ് പറയാം. ഞാൻ റെസിഡൻറ്റ് മറ്റൊരു റെസിഡൻറ്റിന് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ TDS കട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ TDS കട്ട് ചെയ്തു പക്ഷെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. ഇനി എന്തുണ്ടായി? ആ പേഴ്സൺ, അതായത് ആ റെസിഡൻറ്റ് വളരെ സിൻസിയർ ആയിരുന്നു. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്, അയാളുടെ ഇൻകത്തിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്തു. അയാൾ ആസ് എൻ ഇൻകം കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ അയാൾ ടാക്സ് അടച്ചു. ഓക്കെ, അയാൾ ടാക്സ് അടച്ചാൽ ഞാൻ SSC ഇൻ ഡിഫോൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഞാൻ പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ മറ്റൊരു റെസിഡൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യായിരുന്നു. പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ TDS കട്ട് ചെയ്തില്ല. ഓക്കെ, പക്ഷേ അതിനെ അയാളുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് അയാൾ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ റിട്ടേൺ ഫയൽ ചെയ്തു. എന്നിട്ട് അയാൾ അതിൻ്റെ മുകളിൽ ടാക്സ് നിറച്ചു. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിന് കിട്ടേണ്ട പൈസ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഗവൺമെൻറ് എന്നെ SSC ഇൻ ഡിഫോൾട്ടായിട്ട് കണക്കാക്കിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രൊവിഷൻ നോൺ റെസിഡൻറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ അമെൻമെൻറ്റ് വഴി അതെന്താണ് കൊണ്ടുവന്നത്? നോൺ റെസിഡൻറ്റിന് എങ്ങാനും ഞാൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ TDS കട്ടായിട്ടില്ലെങ്കിൽ, പക്ഷെ ആ നോൺ റെസിഡൻറ്റ് അയാളുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻകമായിട്ട് കൺസിഡർ ചെയ്തു, ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തു, അതിന് മുകളിൽ ടാക്സും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ SSC ഇൻ ഡിഫോൾട്ട് ആവില്ല. സോ വെനെവർ ഐ മേക്ക് പേയ്മെൻറ്റ് ടു എ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്, ബട്ട് ആ പേഴ്സൺ, അതായത് മുന്നിലുള്ള പാർട്ടി അയാളുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്തു, ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തു, അയാൾ ആ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് നിറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ SSC ഇൻ ഡിഫോൾട്ടായിട്ട് കണക്കാക്കില്ല. ഓക്കെ, പക്ഷേ ഈ പ്രൊവിഷൻ ആദ്യം റെസിഡൻറ്റ് ടു റെസിഡൻറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ, റെസിഡൻറ്റ് ടു നോൺ റെസിഡൻറ്റിൻ്റെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമെൻമെൻറ്റിൽ നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും അതെന്തായിട്ടുണ്ട്? ആഡ് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സമ്മറി. അപ്പോൾ ഞാൻ നിങ്ങളെ ഡയറക്റ്റ്ലി ഈ പേജിലേക്ക് കൊണ്ടുപോകാം. After the amendment, by virtue of first proviso to section 201 TDS in section ആണ്, the payer is not deemed to be, payer ആരാ? payee ആരാ? non-resident or resident. Payer is not deemed to be an SSC in default if the recipient, a paisa recipient has furnished his return of income under section 139, recipient has taken into account the above income in his return of income, recipient has paid the tax due on income declared, and the payer furnishes a certificate to this effect from a chartered accountant in a prescribed form. Okay, ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ആഫ്റ്റർ അമെൻമെൻറ്റിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. ആഫ്റ്റർ അമെൻമെൻറ്റ് ഞാൻ പേയർ, മുന്നിലുള്ള ആൾ പേയി റെസിഡൻറ്റ് ആയിക്കോട്ടെ നോൺ റെസിഡൻറ്റ് ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ TDS കട്ട് ചെയ്തില്ല. പക്ഷേ മുന്നിലുള്ള ആൾ, അതായത് പേയി റെസിഡൻറ്റ് ആയിക്കോട്ടെ നോൺ റെസിഡൻറ്റ് ആയിക്കോട്ടെ, വളരെ സിൻസിയറായിട്ട് അയാളുടെ ഇൻകത്തിൽ അത് അയാൾ ഇൻക്ലൂഡ് ചെയ്തു.
ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തു, ആ ഇൻകത്തിന് മുകളിൽ ടാക്സും നിറച്ചു, ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് സബ്മിറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ SSC ഇൻ ഡിഫോൾട്ടായിട്ട് കണക്കാക്കില്ല. ഓക്കെ, മുന്നിൽ അതായത് അമെൻമെൻറ്റ് മുന്നേ റെസിഡൻറ്റ് ടു റെസിഡൻറ്റിൻ്റെ സ്റ്റോറിയിലെ ഈ പ്രൊവിഷൻ ഉണ്ടായിരുന്നുള്ളൂ. റെസിഡൻറ്റ് ടു നോൺ റെസിഡൻറ്റ് കേസിൽ ഞാൻ SSC ഇൻ ഡിഫോൾട്ടായിട്ട് കരുതപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു അതിന് അമെൻമെൻറ്റിന് മുന്നേ. പക്ഷേ ഇപ്പോൾ ഞാൻ SSC ഇൻ ഡിഫോൾട്ടായിട്ട് കൺസിഡർ ചെയ്യാവില്ല. ഓക്കെ, ഇതാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ഷീറ്റിൽ ഇല്ല. സോ ഞാൻ എൻ്റെ ഒരു റഫ് നോട്ടിൽ കൊണ്ടുപോകണം. ഓക്കെ, ഡെപ്രിസിയേഷൻ റേറ്റ് ഓഫ് മോട്ടോർ കാർ. മോട്ടോർ കാറിൻ്റെ മുകളിൽ ഡെപ്രിസിയേഷൻ്റെ റേറ്റിൽ ചെറിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡെപ്രിസിയേഷൻ കിട്ടണമെങ്കിൽ SSC മസ്റ്റ് ബി ആൻ ഓണർ ഇൻക്ലൂഡ്സ് ബെനിഫിഷ്യൽ ഓണർ. ഓക്കെ, അപ്പോൾ ആ ക്രൈറ്റീരിയ നിങ്ങളുടെ അസറ്റിൽ മുകളിൽ ഡെപ്രിസിയേഷൻ കിട്ടണമെങ്കിൽ ക്രൈറ്റീരിയ നോക്കണം. മോർ ദാൻ 100%, മോർ ദാൻ ഫുൾ യൂസ് 180 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഡെപ്രിസിയേഷൻ, ലെസ് ദാൻ 180 ഡേയ്സ് ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ 50%. അപ്പോൾ ഓൺ ദ ഫസ്റ്റ് ഇയർ ഓഫ് അസറ്റ് പർച്ചേസ്. അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ ഡെപ്രിസിയേഷൻ്റെ ക്രൈറ്റീരിയ. ഡെപ്രിസിയേഷൻ റേറ്റ് ഓഫ് മോട്ടോർ കാർ ആദ്യം എന്തായിരുന്നു, ഓൾഡ് പ്രൊവിഷൻ എന്തായിരുന്നു, അമെൻമെൻറ്റിന് ശേഷം എന്തായിരുന്നു നോക്കാം. ഇഫ് ദ മോട്ടോർ കാർ ഈസ് റണ്ണിങ് ഓൺ ഹയർ, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, അത് ഞാൻ ഓല, ഊബർ, ടാക്സിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഹയർ ചെയ്തിരിക്കുകയാണെങ്കിൽ, റൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഡെപ്രിസിയേഷൻ റേറ്റ് 30% ആയിരുന്നു. ഓക്കെ, ഇൻ അതർ കേസസ് എൻ്റെ ഡെപ്രിസിയേഷൻ റേറ്റ് എത്രയായിരുന്നു, 15%. അപ്പോൾ റണ്ണിങ് ഓൺ ഹയർ ആണെങ്കിൽ 30%, അതർ കേസസിലാണെങ്കിൽ 15% ആയിരുന്നു ഓൾഡ് പ്രൊവിഷൻ. അമെൻഡ്മെൻറ്റിന് ശേഷം എന്തായി, അതർ കേസസിൽ 15% എന്നുള്ളത് 30% ആയി, 30% എന്നുള്ളത് 45% ആയി. സോ റണ്ണിങ് ഓൺ ഹയർ ആണെങ്കിൽ ഇപ്പോൾ ഡെപ്രിസിയേഷൻ എത്ര റേറ്റ് ആവും, 45%. അതർ കേസിലാണെങ്കിൽ 30% ആയിരിക്കണം. പക്ഷേ ഒരു അമെൻമെൻറ്റിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോട്ടോർ കാർ നിങ്ങൾക്ക് ഈ ഡെപ്രിസിയേഷൻ വേണമെങ്കിൽ ദിസ് മോട്ടോർ കാർ മസ്റ്റ് അക്വയർ ആൻഡ് പുട്ട് ടു യൂസ്, രണ്ടും നോക്കണം. അക്വയർ ആൻഡ് പുട്ട് ടു യൂസ് in between 23rd August 2019 to 31st March 2020. നിങ്ങൾ മോട്ടോർ കാർ പർച്ചേസ് ചെയ്ത് പുട്ട് ടു യൂസ് ആയത് 23rd August 2019 to 31st March 2020 ഇടയിലാണെങ്കിൽ അതർ കേസസിൽ നിങ്ങൾക്ക് 30% ഡെപ്രിസിയേഷൻ എടുക്കാൻ പറ്റും. റണ്ണിങ് ഓൺ ഹയർ കേസസിൽ 45% നിങ്ങൾക്ക് ഡെപ്രിസിയേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡേറ്റ് ഇവിടെ വന്നു. ഡേറ്റ് വരുമ്പോൾ സപ്പോസ് ഞാൻ മോട്ടോർ കാർ പർച്ചേസ് ചെയ്തത് 10th ഓഗസ്റ്റിനാണ്. ഞാൻ മോട്ടോർ കാർ പർച്ചേസ് ചെയ്ത് പുട്ട് ടു യൂസ് ചെയ്തത് 10th ഓഗസ്റ്റിനാണ്. അപ്പോൾ എൻ്റെ ഡെപ്രിസിയേഷൻ എത്രയാവും, 15%, 30%. അതായത് അതർ കേസസിൽ 15%, റണ്ണിങ് ഓൺ ഹയർ കേസിൽ 30%. പക്ഷെ അതന്നെ ഞാൻ ഈ മോട്ടോർ കാർ പർച്ചേസ് ചെയ്തത് 25th ഓഗസ്റ്റിനാണ്. 25th ഓഗസ്റ്റിനാണെങ്കിൽ എനിക്ക് അതർ കേസസിൽ 30%, റണ്ണിങ് ഓൺ ഹയറിൽ 45%. ഓക്കെ, അപ്പോൾ 23rd ഓഗസ്റ്റിന് മുന്നേ ആണ് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾഡ് പ്രൊവിഷൻ അനുസരിച്ച് 15%, 30% ആയിരിക്കും. 23rd ഓഗസ്റ്റിന് ശേഷം 31st മാർച്ചിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ മോട്ടോർ കാർ പർച്ചേസ് ചെയ്ത് പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതർ കേസസിൽ 30%, റണ്ണിങ് ഓൺ ഹയറിൽ 45%. ഓക്കെ, ഇതാണ് ഡെപ്രിസിയേഷനിൽ അമെൻമെൻറ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ പ്രോബ്ലമും വരാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, സെക്ഷൻ 43B ആക്ച്വൽ പേയ്മെൻറ്റ്. അതായത് ഇവിടെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 43B ഡിഡക്ഷൻ ഓൺ ആക്ച്വൽ പേയ്മെൻറ്റ്. ഇതിനകത്ത് ഒരു സെൻറ്റൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ്. ആദ്യം നമുക്ക് നോക്കാം സെക്ഷൻ 43B എന്തായിരുന്നു. സെക്ഷൻ 43B എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ആക്ച്വൽ പേയ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് ആക്ച്വൽ പേയ്മെൻറ്റ് നിങ്ങൾ റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അലവൻസ് എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇഫ് സർട്ടൻ പേയ്മെൻറ്റ് ആക്ച്വലി പെയ്ഡ് ബിഫോർ റിട്ടേൺ ഓഫ് ഇൻകം, ദെൻ ഓൺലി ഡിഡക്ഷൻ അലൗഡ്. ഇതിനകത്ത് പേയ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫ്രം ബാങ്ക് ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്രാറ്റുവിറ്റി, ബോണസ്, കമ്മീഷൻ, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, പേയ്മെൻറ്റ് ടു ഇന്ത്യൻ റെയിൽവേസ് ഫോർ യൂസ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ്. അതായത് ഈ പേയ്മെൻറ്റ്സ് ആക്ച്വൽ ബേസിസിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ അലൗ ചെയ്യുള്ളൂ. അതായത് റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ
നിങ്ങൾ ഈ പേയ്മെൻറ്റ്സ് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, അലൗ ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഡിസലൗ ചെയ്യും. പക്ഷേ ഡിസലൗ ചെയ്യുകയാണെങ്കിലും വെനെവർ യു പേ യു വിൽ ഗെറ്റ് ദ അലവൻസ്. അതായത് സപ്പോസ് ഞാൻ റിട്ടേൺ ഓഫ് ഇൻകത്തിന് ശേഷമാണ് അല്ലെങ്കിൽ അടുത്ത വർഷമാണ് അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ പേ ചെയ്തോ അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, അതിനെ അലൗ ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ പുതിയ വന്ന അമെൻമെൻറ്റ് ഈ ഫസ്റ്റ് പോയിന്റിന് റിലേറ്റഡ് ആയിട്ടാണ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫ്രം ബാങ്ക് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ബാങ്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ ആക്ച്വലി പേ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടുള്ളൂ, അലവൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ കേസിൽ എന്ത് വന്നു, NBFCs, ഇപ്പോൾ NBFC എല്ലാ NBFCയും ഡെപ്പോസിറ്റ് എടുക്കില്ല, പക്ഷേ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC, interest on loan taken from deposit taking NBFC or systematic important non-deposit taking NBFC. അതായത് deposit taking NBFCയിൽ നിന്നോ അല്ലെങ്കിൽ systematically important non-deposit taking NBFCയിൽ നിന്നോ നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും നിങ്ങൾക്ക് റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ അത് അലൗ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവരതിനെ ഡിസലൗ ചെയ്യുന്നതായിരിക്കും. ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC എന്ന് വെച്ചാൽ എന്താണ്, അതൊരു പബ്ലിക് കമ്പനി ആവണം, പ്ലസ് RBI രജിസ്റ്റേർഡ് ആയിരിക്കണം. NBFC നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആണെങ്കിൽ ഒബ്വിയസ്ലി RBI രജിസ്റ്റേർഡ് ആയിരിക്കണം, പക്ഷെ അവിടെ ടോട്ടൽ അസെറ്റ് നോട്ട് ലെസ് ദാൻ 500 crore ആയിരിക്കണം. അങ്ങനത്തെ കമ്പനീസിനാണ് നമ്മൾ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, പക്ഷേ ജനറലി നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അവർ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCയിൽ നിന്നോ സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടൻറ്റ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCയിൽ നിന്നോ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ആ റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുമ്പ് ആക്ച്വലി പേ ചെയ്തിരിക്കണം, എന്നാലേ അത് നിങ്ങൾക്ക് അലൗ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവരതിനെ ഡിസലൗ ചെയ്യും. ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCയുടെ എക്സാമ്പിൾസ് ഞാൻ പറയാം. ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC മുത്തൂറ്റ് ഫൈനാൻസ് ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻസ് ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. സുന്ദരം ഫൈനാൻസും ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ RBI വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടൻറ്റ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിങ്ങിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, IDFC ലിമിറ്റഡ്, ആദിത്യ ബിർള ഫൈനാൻസ്, ബാക്കി നിങ്ങൾക്ക് RBIയുടെ വെബ്സൈറ്റിൽ കിട്ടും. ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്, ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് അലൗ ചെയ്യുള്ളൂ, അതർവൈസ് ഇറ്റ് വിൽ ബി ഡിസലൗഡ്. സോ ഈ 6 പോയിന്റ്സിൻ്റെ കൂടെ ഈ 7ഉം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പേയ്മെൻറ്റ് നിങ്ങൾ റിട്ടേൺ ഓഫ് ഇൻകത്തിന് മുന്നേ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ, ആക്ച്വലി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ദാറ്റ് ഡിഡക്ഷൻ ഈസ് അലൗഡ്, അതർവൈസ് ഇറ്റ് വിൽ ബി ഡിസലൗഡ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ 43Bയുടെ പ്രൊവിഷൻ. സോ നമ്മൾ ഇതുവരെ PGBPയിൽ എത്ര അമെൻമെൻറ്റ്സ് ആണ് കണ്ടത്? ജസ്റ്റ് എ സെക്കൻഡ്. 4 മോഡ്സ്, അതായത് ഒരു മോഡ് എക്സ്ട്രാ ആയിട്ടുണ്ട്, മോഡ് ഓഫ് പേയ്മെൻറ്റ് അതർ ഇലക്ട്രോണിക് മോഡ്, ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളുടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് 35AD, 40A3, 43(1) actual cost, 43CA property held as stock in trade and presumptive income. പിന്നെ അതിനുശേഷം ഇത്രയിൽ നിങ്ങളുടെ എഫക്റ്റ് വരും. പിന്നെ 40A1 AI payment without TDS, 40AI payment without TDS, then 43B deduction on actual payment. ഇത്രയാണ് നിങ്ങളുടെ ബിസിനസ് പ്രൊഫഷനിലുള്ള അമെൻമെൻറ്റ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ സെക്ഷൻ 9 സാലറിയിൽ 3, ഹൗസ് പ്രോപ്പർട്ടിയിലെ 2 അമെൻമെൻറ്റ്, പിന്നെ PGBPയിൽ മെയിനായിട്ട് നമ്മുടെ 3 അമെൻമെൻറ്റ്സ് ആയിരുന്നു. പക്ഷെ ഒരു അമെൻമെൻറ്റിൽ മൾട്ടിപ്പിൾ അമെൻമെൻറ്റ്സ് വന്ന കാരണം കുറച്ച് സെക്ഷനുകൾ കൂടിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്യാപിറ്റൽ ഗെയിനിലുള്ള അമെൻമെൻറ്റ്സ് കാണാം. ക്യാപിറ്റൽ ഗെയിനിലുള്ള എല്ലാ അമെൻമെൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ കവർ ചെയ്തിരിക്കുന്ന എല്ലാ അമെൻമെൻറ്റ്സിലും ബേസിസിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസോ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാ അമെൻമെൻറ്റും ക്യാപിറ്റൽ ഗെയിൻ്റെ വളരെയധികം ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യത്തെ അമെൻമെൻറ്റ് വളരെ സിമ്പിളാണ്, പക്ഷേ കാൽക്കുലേഷനിൽ ഏറ്റവും വലിയ ബേസാണ്.
CII, അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ 1920. നിങ്ങളുടെ എക്സാമിനുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? 289. ഇടയ്ക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ചില ആൾക്കാർ 280 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ 1920 ഈസ് 289. ഇതാണ് ഫസ്റ്റ് അമെൻമെൻറ്റ്. ഓക്കെ, ഇനി സെക്കൻഡ്, determining FVSC full value sale consideration in certain cases, section 50 CA and 56 to 10. 50 CA capital gain, 56 to 10 other sources. അപ്പോൾ ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പ്രൊവിഷനിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കാം 50 CA എന്തായിരുന്നു. 50 CAയിൽ എന്തായിരുന്നു? അൺലിസ്റ്റഡ് ഷെയർസിൻ്റെ FMV ഈസ് മോർ ദാൻ കൺസിഡറേഷൻ. അതായത് അൺലിസ്റ്റഡ് ഷെയർസ് ഞാൻ വിൽക്കുകയാണ്, അപ്പോൾ അതിൻ്റെ FMV ഫെയർ മാർക്കറ്റ് വാല്യൂ ഇസ് മോർ ദാൻ കൺസിഡറേഷൻ, ദെൻ ഫുൾ വാല്യൂ ഓഫ് സെയിൽ കൺസിഡറേഷൻ എന്തായിരിക്കും? FMV ആയിരിക്കും. ഞാൻ പിന്നെ പറയാം. അൺലിസ്റ്റഡ് ഷെയർസിൻ്റെ, അതായത് സപ്പോസ് അൺലിസ്റ്റഡ് ഷെയർസിൻ്റെ FMV ഇസ് മോർ ദാൻ കൺസിഡറേഷൻ, ദെൻ FMV വിൽ ബി കൺസിഡേർഡ് ആസ് ഫുൾ വാല്യൂ ഓഫ് സെയിൽ കൺസിഡറേഷൻ. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ 50 CA എന്നുള്ള സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്ന അമെൻമെൻറ്റ് എന്താണ്? അവരതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്തു. പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു എനി കൺസിഡറേഷൻ റിസീവ്ഡ് or accruing as a result of transfer by such class or persons and subject to such conditions as may be prescribed. അതായത് 50 CA provisions will not be applicable for such class or class of person. ഇനി ഈ പ്രൊവിഷനിലുള്ള ഈ പ്രൊവിഷൻ ആർക്ക് അപ്ലൈ അല്ല? സച്ച് ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പീപ്പിളിന് അപ്ലിക്കബിൾ അല്ല. ഇനി ആരാണ് ഈ ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പീപ്പിൾ? അത് സെൻട്രൽ ഗവൺമെൻറ് പിന്നീട് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് നോട്ടിഫിക്കേഷൻ ആണ്, അമെൻമെൻ്റ് ആണ്. അതായത് ഫ്യൂച്ചറിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഇതിൻ്റെ പവർ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അപ്പം തീരുമാനിക്കും ആരാണ് ഈ ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് പീപ്പിൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഇത് വായിക്കണം. ആ ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് പീപ്പിളിന് ഇതിലെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ കോൺസിക്വൻഷ്യൽ അമെൻമെൻറ്റ് ഇതിൻ്റെ എവിടെയാണ് വരുന്നത്? അതർ സോഴ്സസിനകത്ത്. എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നില്ലേ? ഓൺ ദ ഡേറ്റ് ഓഫ് മാരേജ്, റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നാണ് ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ, ഓക്കെ, ആ ഫുൾ ലിസ്റ്റ് അതിനകത്ത് ഈ സെൻറ്റൻസും ആഡ് ആവും. സോ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ ഷാൽ നോട്ട് അപ്ലൈ ടു എനി സം ഓഫ് മണി or value of property received from such class or persons and subject to conditions. ഈ ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസിൽ നിന്ന് എനിക്ക് മണി ഓർ പ്രോപ്പർട്ടി ഗിഫ്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ അത് അവർക്കും ഈ പ്രൊവിഷൻ എന്താവില്ല? അപ്ലൈ ചെയ്യുന്നതല്ല. പക്ഷേ ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പീപ്പിൾ ആരാണ്? അത് സെൻട്രൽ ഗവൺമെൻറ് പിന്നീട് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സെൻറ്റൻസ് എത്രയേ ഉള്ളൂ. അപ്പോൾ 50 CAയിലും അതിൻ്റെ കോൺസിക്വൻഷ്യൽ അമെൻമെൻറ്റ് 56 to 10ലും ഈ ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പീപ്പിളിന് ഈ സെക്ഷൻ അപ്ലിക്കബിൾ അല്ല, ഇതിലെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് പേഴ്സൺ പിന്നീട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അത് സെൻട്രൽ ഗവൺമെൻറ് ടൈം ടു ടൈം നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യുമ്പോൾ ക്രോസ് റീഡ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ 2 അമെൻമെൻറ്റ് കഴിഞ്ഞു. സെക്ഷൻ ഒരു നോട്ടിഫിക്കേഷനാണ്. 289 ആണ് നിങ്ങളുടെ CII, 50 CA, 56 to 10. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 54. സെക്ഷൻ 54 എക്സംഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. സെക്ഷൻ 54 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന 10ൽ 9 ക്വസ്റ്റ്യനിലും സെക്ഷൻ 54 കവർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് ഒരു ഓവർവ്യൂ തരാം. സെക്ഷൻ 54 എന്തായിരുന്നു എന്നുള്ളത്. സെക്ഷൻ 54 എന്തായിരുന്നു? എൻ്റെ കയ്യിലൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ആ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടീനെ ഞാൻ സെയിൽ ചെയ്യണം. അപ്പോൾ എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ആ ഗെയിനിനെ ഞാൻ മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ബിഫോർ 1 year ഓർ ആഫ്റ്റർ 2 years. ഓക്കെ, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 3 years. അപ്പോൾ ആ കേസിൽ എന്താണ് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? എമൗണ്ട് ഇൻവെസ്റ്റഡ് ഓർ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഇസ് ലോവർ, അത്രയും എനിക്ക് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇതായിരുന്നു സെക്ഷൻ 54. അതായത് എൻ്റെ കയ്യിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. ആ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീനെ ഞാൻ സെയിൽ ചെയ്യും. എനിക്ക് അതിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ആ ക്യാപിറ്റൽ ഗെയിനിനെ ഞാൻ മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ബിഫോർ 1 year ഓർ ആഫ്റ്റർ 2 years. ഓക്കെ, ഓഫ് ദ ട്രാൻസ്ഫർ ഡേ. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 3 years.
ഓക്കെ ആണെങ്കിൽ എനിക്ക് ബെനിഫിറ്റ് എത്ര കിട്ടും? എമൗണ്ട് ഇൻവെസ്റ്റഡ് ഓർ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഇസ് ലോവർ, അത്രയും എനിക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊവിഷനിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. മാത്രം ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, എന്തായിരുന്നു സെൻറ്റൻസ്? ഞാൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഞാൻ മറ്റു ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഓൾഡ് പ്രൊവിഷൻ. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താ? ഹൗഎവർ, if the capital gains do not exceed 2 crores, then SSC may, as an option, claim exemption under section 54 with respect to expense incurred on purchase or construction of 2 residential houses in India. And the benefit is available only once in a lifetime. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ക്യാപിറ്റൽ ഗെയിൻ എൻ്റെ 2 crores എക്സീഡ് ആവുന്നില്ലെങ്കിൽ, ക്യാപിറ്റൽ ഗെയിൻ എൻ്റെ 2 crores എക്സീഡ് ആവുന്നില്ലെങ്കിൽ, അതായത് 2 crore ഓർ ലെസ് ദാൻ 2 crore ആണെങ്കിൽ എനിക്ക് 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്, ഫുൾ വാല്യൂ ഓഫ് സെയിൽ കൺസിഡറേഷൻ അല്ല. കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എൻ്റെ 2 കോടി ഓർ 2 കോടിക്ക് താഴെയാണെങ്കിൽ ആ ഗെയിന് എനിക്ക് 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 crore മുകളിലാണെങ്കിൽ എനിക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. അപ്പം ഞാനെന്താ പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ഞാൻ വിറ്റു, അതിൽ നിന്ന് എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് താഴെയാണെങ്കിൽ എനിക്ക് 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ 2 crore മുകളിലാണെങ്കിൽ എനിക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ, ബെനിഫിറ്റ് ഈസ് അവൈലബിൾ ഓൺലി വൺസ് ഇൻ ലൈഫ് ടൈം. ഇത് എപ്പോഴും ചെയ്യാൻ പറ്റുമോ? എല്ലാ വർഷവും ചെയ്യാൻ പറ്റുമോ? എല്ലാ വർഷവും ചെയ്യാൻ പറ്റില്ല. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു വീട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു വീട് വിറ്റിട്ട് മറ്റൊരു വീട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ 2 വീട്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫ് ടൈമിൽ ഒരു തവണ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ക്ലയൻറ്റിന് സജസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം. കാരണം പിന്നീടുള്ള അയാളുടെ വീടിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എങ്ങാനും കൂടുതലാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് പോയി കിട്ടും. അപ്പോൾ ഇത് ലൈഫ് ടൈമിൽ വൺസ് മാത്രമേ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സെക്ഷൻ 54 വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ 3 അമെൻമെൻ്റ് ആണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വൺ, ടാക്സേഷൻ ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ വലിയ എക്സ്പ്ലനേഷനാണ്. ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കി തരാം. ഓക്കെ, ഇത് ഫൈനൽ CAക്കും CA ഇൻറ്ററിനും പ്രോബ്ലംസ് വരാൻ വളരെ സ്കോപ്പുള്ള ഒരു സെക്ഷനാണ് ടാക്സേഷൻ ഓഫ് ബൈബാക്ക്. ആദ്യം ഞാൻ ഇതിൻ്റെ പാസ്റ്റ് പറഞ്ഞുതരാം, പിന്നെ ടാക്സേഷൻ ഓഫ് ബൈബാക്കിൻ്റെ പ്രൊവിഷൻസ് എന്താണെന്ന് പറഞ്ഞുതരാം, പിന്നെ അതിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ചിലത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, നിങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, കമ്പനി ഷെയർ ഹോൾഡറിന് ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ അത് എക്സെംപ്റ്റ് ആണ് അണ്ടർ സെക്ഷൻ 1034. ഓക്കെ, കാരണം കമ്പനി അതിൻ്റെ മുകളിൽ DDT പേ ചെയ്യുന്നുണ്ട് അണ്ടർ സെക്ഷൻ 115O. ഓക്കെ, സോ കമ്പനി ഷെയർ ഹോൾഡറിന് ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡറുടെ കയ്യിൽ അത് എക്സെപ്റ്റ് ആണ്, കാരണം കമ്പനി അതിൻ്റെ മുകളിൽ DDT പേ ചെയ്യുന്നുണ്ട്. സോ നോർമൽ DDT ആണെങ്കിൽ 15% ഗ്രോസ് അല്ല, 222E അതായത് ഡീംഡ് ഡിവിഡൻറ്റ് ആണെങ്കിൽ 30%. ഡീംഡ് ഡിവിഡൻറ്റിലും 222E ആണെങ്കിൽ എത്രയാണ് നിങ്ങളുടെ കമ്പനിക്ക് പേ ചെയ്യേണ്ടി വരുന്നത്? DDT എത്ര പേ ചെയ്യേണ്ടി വരുന്നത്? 30%. ഗ്രോസ് അപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താണോ നിങ്ങളുടെ ഡിവിഡൻറ്റ് വരുന്നത് ഡിവൈഡഡ് ബൈ 85 × 100 നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ നോർമൽ DDT ആണെങ്കിൽ 15%, 222E ആണെങ്കിൽ 30%. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ സ്റ്റോറി. അതായത് കമ്പനിക്ക് ഇത്രയും DDT അടയ്ക്കേണ്ടി വരുന്നു, ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ എക്സെപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ എന്തുണ്ടായി, എല്ലാ ഷെയർ ഹോൾഡേഴ്സും, അതായത് കമ്പനിക്ക് ഡിവിഡൻറ്റ് കൊടുക്കുമ്പോൾ കമ്പനിക്ക് ഇത്രയും DDT പേ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രോബ്ലം ആയപ്പോൾ കമ്പനി അതിനെ കുറച്ച് മാനിപ്പുലേഷൻ നടത്താൻ നോക്കി. മാനിപ്പുലേഷൻ എങ്ങനെയാണ്? DDT അതായത് ഡിവിഡൻറ്റ് കൊടുക്കാണ്ട് ഹൈ റേറ്റിൽ ബൈബാക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഹൈ റേറ്റിൽ ബൈബാക്ക് എന്ന് വെച്ചാൽ എന്താ? ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ഷെയർസിനെ തിരിച്ചു മേടിക്കുക.
അപ്പോൾ ഹൈ റേറ്റിൽ ബൈബാക്ക്. അപ്പോൾ അതായത് ഷെയർസ് മേടിച്ചിട്ട് ഷെയർ ഹോൾഡറിന് പൈസ കൊടുക്കുക. അപ്പോൾ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ പൈസ കിട്ടിയോ? കിട്ടി. കമ്പനിക്ക് തിരിച്ച് നമ്മുടെ ഷെയർസ് കിട്ടിയോ? കിട്ടി. നല്ല റേറ്റ് ആണെങ്കിൽ ആ ഷെയർ ഹോൾഡർ പിന്നെയും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ കമ്പനിക്ക് എപ്പോഴും വിൻ വിൻ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു മാനിപ്പുലേഷൻ ഗവൺമെൻറ് പിടിച്ചു. അതിനു മുന്നേ നമുക്ക് നോക്കാം ടാക്സേഷൻ ഓഫ് ബൈബാക്ക് എന്തായിരുന്നു, ബൈബാക്കിലെ ടാക്സേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ലിസ്റ്റഡ് കമ്പനി രണ്ട് തരത്തിലുള്ള ബൈബാക്ക് ഉണ്ട്. ഒന്ന് ലിസ്റ്റഡ് കമ്പനിക്കും ഉണ്ട്, ഒന്ന് അൺലിസ്റ്റഡ് കമ്പനിക്കും ഉണ്ട്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ബൈബാക്കിൻ്റെ കേസിൽ കമ്പനിക്ക് ഒരു ടാക്സ് ട്രീറ്റ്മെൻറ്റും ഇല്ല. ഓക്കെ, ഈ റെഡിൽ എഴുതിയിരിക്കുന്നത് അമെൻമെൻ്റ് ആണ്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ വായിക്കേണ്ട. ഓക്കെ, ലിസ്റ്റഡ് ഈ ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത് മാത്രം വായിച്ചാൽ മതി. അതാണ് ഓൾഡ് പ്രൊവിഷൻ. റെഡിൽ എഴുതിയിരിക്കുന്നത് അമെൻമെൻറ്റ്. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ നോ ടാക്സ് ട്രീറ്റ്മെൻറ്റ്, പക്ഷേ ഷെയർ ഹോൾഡർക്ക് അത് ടാക്സബിൾ ആയിരുന്നു. കാരണം കമ്പനി ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നില്ല. അപ്പോൾ ഷെയർ ഹോൾഡറിന് അതെന്തായി? ടാക്സബിളായി ഇൻ കേസ് ഓഫ് ലിസ്റ്റഡ് കമ്പനി. അൺലിസ്റ്റഡ് കമ്പനിയിൽ കമ്പനിക്ക് സെക്ഷൻ 115QA സെക്ഷനിൽ അഡീഷണൽ ടാക്സ് ഓൺ ബൈബാക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. അഡീഷണൽ ടാക്സ് എത്രയായിരുന്നു? 20%, മാൻഡേറ്ററി സർചാർജ് 12%, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. നിങ്ങളുടെ ടോട്ടൽ ടാക്സ് എത്രയായിരുന്നു? 20%. അതിന് മുകളിൽ എത്ര? 12% പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അപ്പോൾ ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് എത്രയും? 23.296. അപ്പോൾ ബൈബാക്ക് സിറ്റുവേഷനിൽ അൺലിസ്റ്റഡ് കമ്പനിക്ക് 23.296% ടാക്സ് നിറയ്ക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ കമ്പനി ടാക്സ് നിറയ്ക്കുമ്പോൾ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ അത് എക്സംപ്റ്റ് ആണ് അണ്ടർ സെക്ഷൻ 1034A. ഓക്കെ, ലിസ്റ്റഡ് കമ്പനിക്ക് ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത കാരണം ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ അത് ടാക്സബിൾ ആയിരുന്നു. അൺലിസ്റ്റഡ് കമ്പനിയുടെ കേസിൽ കമ്പനി 115QA പ്രകാരം 23.296 ടാക്സ് നിറയ്ക്കുമ്പോൾ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ അത് 1034A എക്സംപ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ ഈ കമ്പനി ഡിവിഡൻഡ് കൊടുക്കാണ്ട് ബൈബാക്ക് ഹൈ പ്രൈസിൽ ബൈബാക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് പിടിച്ചപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ലിസ്റ്റഡ് കമ്പനി അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അമെൻമെൻറ്റ് എന്താണ്? ഇനി ലിസ്റ്റഡ് കമ്പനിക്കും അൺലിസ്റ്റഡ് കമ്പനീനെ പോലെ തന്നെ പ്രവർത്തിക്കണം. അതായത് ആദ്യം നോ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവർക്ക് സെക്ഷൻ 115QA പ്രകാരം അഡീഷണൽ ടാക്സ് റേറ്റ് എത്രയാണ്? 23.296. ആർക്കും നിറയ്ക്കണം? ലിസ്റ്റഡ് കമ്പനിക്കും നിറയ്ക്കണം, അൺലിസ്റ്റഡ് കമ്പനിക്കും നിറയ്ക്കണം. അപ്പോൾ ഇവിടെ ടാക്സ് റേറ്റ് വരുമ്പോൾ ഷെയർ ഹോൾഡറിന് ടാക്സബിൾ ആവില്ല, എക്സംപ്റ്റ് ആവും അണ്ടർ സെക്ഷൻ 1034A. അപ്പോൾ ഇപ്പോൾ എന്തായി? ലിസ്റ്റഡ് ആണെങ്കിലും അൺലിസ്റ്റഡ് ആണെങ്കിലും കമ്പനിക്ക് 23.296 അഡീഷണൽ ടാക്സ് റേറ്റ് നിറയ്ക്കണം. ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ സെക്ഷൻ 1034A പ്രകാരം എക്സംപ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ പ്രൊവിഷൻ വന്നത് എപ്പോഴാണ്? ഓൺ ഓർ ഫ്രം 5th ജൂലൈ. 5th ജൂലൈനാണ് ഈ പ്രൊവിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ, 5th ജൂലൈനാണ് ഈ പ്രൊവിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങാനും അനൗൺസ് ചെയ്തത്, അതായത് ബൈബാക്ക് അനൗൺസ് ചെയ്തത് സപ്പോസ് വിചാരിക്കും 4th ജൂണിനാണ് അല്ലെങ്കിൽ 1st ജൂണിന് അനൗൺസ് ചെയ്തു. ഓക്കെ, പക്ഷെ ബൈബാക്ക് ചെയ്യുന്നത്, അതായത് പ്രൊസീജിയർ കഴിഞ്ഞത് സപ്പോസ് നിങ്ങൾ വിചാരിക്കൂ 5th ജൂലൈന് ശേഷമാണ്. അപ്പോൾ ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ എന്താണ് മോറൽ ഓഫ് ദ സ്റ്റോറി? 5th ജൂലൈന് ശേഷമായിരിക്കണം ബൈബാക്ക് അനൗൺസ് ചെയ്തതും ബൈബാക്ക് നടത്തുന്നതും. രണ്ടും 5th ജൂലൈന് ശേഷമാണെങ്കിൽ മാത്രമേ ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് 5th ജൂലൈന് മുമ്പാണ്, അതായത് അനൗൺസ് ചെയ്തത് 5th ജൂലൈന് മുന്നേ, ബൈബാക്ക് നടത്തിയത് 5th ജൂലൈന് ശേഷമാണെങ്കിൽ ഈ പ്രൊവിഷൻ അപ്ലൈ ആവില്ല. സോ നടത്തിയതും അനൗൺസ് ചെയ്തതും രണ്ടും 5th ജൂലൈന് ശേഷമാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനി ആയിക്കോട്ടെ അൺലിസ്റ്റഡ് കമ്പനി ആയിക്കോട്ടെ രണ്ടു പേർക്കും 23.296% അഡീഷണൽ ടാക്സ് റേറ്റ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 1034A. ഇതാണ് ടാക്സേഷൻ ഓഫ് ബൈബാക്ക്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്നുള്ളത്. മറ്റേത് ഓൾഡ് പ്രൊവിഷൻ ആയിരുന്നു, ഇത് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇതാണ്. അതായത് ലിസ്റ്റഡ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് ആയിക്കോട്ടെ രണ്ടു പേർക്കും ഇപ്പോൾ 115QA പ്രകാരം അഡീഷണൽ ടാക്സ് റേറ്റ് 23.296 നിറയ്ക്കണം. അത് കമ്പനി ടാക്സ് നിറയ്ക്കുന്ന കാരണം ഷെയർ ഹോൾഡറുടെ കയ്യിൽ അത് എക്സംപ്റ്റ് ആണ് അണ്ടർ സെക്ഷൻ 1034A. ഓക്കെ, സോ ഇതാണ് ടാക്സേഷൻ ഓഫ് ബൈബാക്ക്. ഇനി അടുത്ത സെക്ഷൻ
ഇതാണ് നിങ്ങളുടെ ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ. ഇത് നിങ്ങൾ പ്രൊവിഷൻ ഓൾറെഡി നിങ്ങളുടെ ബുക്കിലുണ്ട്. ടാക്സേഷൻ ഓഫ് പല ഇൻട്രസ്റ്റ് സ്റ്റുഡൻസിനും ടാക്സേഷൻ ഓഫ് ബൈബാക്ക് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് ഈ സ്റ്റേജിലും. ഫൈനലിന് ഉണ്ട് തന്നെ ടാക്സേഷൻ ഓഫ് ബൈബാക്ക് ഉണ്ട് തന്നെ, പക്ഷേ ഇൻ്റർ ലെവലിലും നിങ്ങളുടെ ടാക്സേഷൻ ഓഫ് ബൈബാക്ക് ഉണ്ട്, മോഡ്യൂളിലുണ്ട്. അത് കവർ ചെയ്തിട്ട് പോവുക. ബിക്കോസ് ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് amendment. Okay, so 20%, 12%, 4% cess distributed income മുകളിൽ. ഓക്കെ, സോ ഇത് ഫുൾ സ്റ്റോറിയാണ്. അതിൽ ഞാൻ സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്തത് transactions not regarded as a transfer, section 47. സെക്ഷൻ 47 ക്യാപിറ്റൽ ഗെയിൻ എന്താ പറയുന്നത്? 47 പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കില്ല. ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനും വരില്ല. അപ്പോൾ ഇത് ഒരു ചെറിയൊരു അമെൻമെൻ്റ് ആണ്. അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ നിങ്ങളുടെ എക്സാമിൽ എത്രത്തോളം വരും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ അത്ര സീരിയസ് അല്ലാത്തൊരു അമെൻമെൻ്റ് ആണിത്. സപ്പോസ് ഒരു നോൺ റെസിഡൻറ്റ് മറ്റൊരു നോൺ റെസിഡൻറ്റിന് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ എനി ഏരിയ ലൊക്കേറ്റഡ് ഇൻ IFSC ബോണ്ട്സ് ഓർ JDRs കൊടുക്കുകയാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ഡിനോമിനേറ്റഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യാണ്, സെയിൽ ചെയ്യാണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെയിൽ ചെയ്യാണ്, ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ സച്ച് അതർ സെക്യൂരിറ്റീസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ്. ഈ 4-ൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 4-മോ ഏതെങ്കിലും 4 ബോണ്ട്സ് ആയിക്കോട്ടെ, റിപ്പീറ്റ് ഡിനോമിനേറ്റഡ് ബോണ്ട്സ് ആയിക്കോട്ടെ, ഡെറിവേറ്റീവ് ആയിക്കോട്ടെ, അതർ സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, ഒരു നോൺ റെസിഡൻറ്റ് മറ്റൊരു നോൺ റെസിഡൻറ്റിന് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ എനി പ്ലേസ് ലൊക്കേറ്റഡ് ഇൻ IFSC ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതായത് കൊടുക്കുകയാണെങ്കിൽ, ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് ട്രാൻസ്ഫർ, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരില്ല. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും ഇംപ്ലിക്കേഷൻ ഇല്ല. നോൺ റെസിഡൻറ്റ് ടു നോൺ റെസിഡൻറ്റിൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ, ഇനി അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54GB. മാർക്ക് ആസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന മെയിൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ CII, അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, ബൈബാക്ക്, പിന്നെ ഇവിടെ 54GB, പിന്നെ സെക്ഷൻ 54, 2 ഹൗസ് പ്രോപ്പർട്ടിയിൽ. ഓക്കെ, സോ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54GB. അഗെയിൻ ഞാനിതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എൻ്റെ ഷീറ്റിൽ പോയി കാണിച്ചു. സെക്ഷൻ 54GB എന്താ പറയുന്നത്? ഞാൻ SSC ഇൻഡിവിജ്വൽ ഓർ HUF ആയിരിക്കണം. അതായത് ഈ സെക്ഷൻ കമ്പനിക്കുള്ളതല്ല. SSC ഇൻഡിവിജ്വൽ ഓർ HUF ആണ്. ഓക്കെ, ഞാനിപ്പോൾ സപ്പോസ് ഇൻഡിവിജ്വൽ, ഞാൻ SSC, എൻ്റെ കയ്യിൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടീനെ ഞാൻ സെയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. സോ മൈ അസെറ്റ് ഇസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ്. സോ എൻ്റെ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അത് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റാണ്. അതിനെ ഞാൻ സെയിൽ ചെയ്തപ്പോൾ എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആ ഗെയിനിനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഇക്വിറ്റി ഷെയർസ് ഓഫ് എലിജിബിൾ കമ്പനി. ഓക്കെ, ഞാൻ പിന്നെയും പറയാം, ഞാൻ ആരാണ്? SSC ഒരു ഇൻഡിവിജ്വൽ ആണ്. എൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ആ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആണ്. അപ്പോൾ ഈ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ഞാൻ സെയിൽ ചെയ്തപ്പോൾ എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ആ പൈസേനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു ഇക്വിറ്റി ഷെയർസ് ഓഫ് എലിജിബിൾ കമ്പനി. എലിജിബിൾ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു വെച്ചാൽ ഞാനും അതിൻ്റെ ഒരു ഓണറായിട്ട് വരും. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ഓഫ് എലിജിബിൾ കമ്പനി. അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വന്ന എന്താണ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് എനിക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, എനിക്ക് എക്സംഷൻ കിട്ടും. അഗെയിൻ സെയിം എമൗണ്ട് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഇസ് ലോവർ, അത്രയും എനിക്ക് എന്ത് കിട്ടും? ബെനിഫിറ്റ് കിട്ടും. ഇനി ഈ എലിജിബിൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെക്ഷനിൽ ഇന്ത്യൻ കമ്പനി, മൈക്രോ, സ്മോൾ ഓർ മീഡിയം എൻ്റർപ്രൈസസ് ഓർ മാനുഫാക്ചറിങ് കമ്പനി, അതിൽ എൻ്റെ ഹോൾഡിംഗ് 50% ആയിരിക്കണം. ഓക്കെ, ഇതായിരുന്നു ഓൾഡ് പ്രൊവിഷൻ. ഇനി ഈ എലിജിബിൾ കമ്പനി അതിൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതിയോ പൈസ? അല്ല, അതിനെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം? എനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഞാൻ SSC, എൻ്റെ കയ്യിൽ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ ഞാൻ വിറ്റപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ആ ഗെയിനിനെ ഞാൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് എലിജിബിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എലിജിബിൾ കമ്പനി അതിനെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു.
ഓക്കെ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോക്ക് ഇൻ പീരീഡ് എപ്പോഴെങ്കിലും അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കമ്പനിക്ക് എത്ര ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്? 5 years. അതായത് ഈ എലിജിബിൾ കമ്പനിക്ക് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എത്ര പീരീഡ് വെക്കണം? ലോക്ക് ഇൻ പീരീഡ് ഇസ് 5 years. ഇതാണ് അതിൻ്റെ ഒരു പ്രൊവിഷൻ്റെ ഒരു ഹിസ്റ്ററി. ഇനി വന്ന അമെൻമെൻറ്റ് എന്താണ്? ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1st April 2019 എന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അതായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എത്രയായിരുന്നു? 1st April 2019. അതിന് ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അമെൻമെൻറ്റ് എന്താ വന്നത്? 1st April 2021 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്, ഞാൻ ഈ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ ഹോൾഡിംഗ് 50% ആയിരുന്നു. ഇതായിരുന്നു ഓൾഡ് പ്രൊവിഷൻ. പക്ഷേ അമെൻമെൻറ്റ് വന്നത് ഈ 50% 25% ആയി. അതായത് ഞാൻ ആ കമ്പനിയിൽ ഹോൾഡിംഗ് 25% ഉണ്ടെങ്കിലും എനിക്ക് ബെനിഫിറ്റ് കിട്ടും. ഓൾഡ് പ്രൊവിഷൻ എത്രയായിരുന്നു? എനിക്ക് 50% ബെനിഫിറ്റ് ഉണ്ടാവണം. പക്ഷേ ന്യൂ പ്രൊവിഷൻ, അതായത് അമെൻമെൻറ്റ് എന്താ വന്നത്? 50 മാറി 25% എനിക്ക് അതിനകത്ത് ഹോൾഡ് ഉണ്ടെങ്കിലും എന്ത് കിട്ടും? എനിക്ക് 54 GB എക്സംഷൻ കിട്ടും. ഇനി ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കമ്പനിയുടെ ലോക്ക് ഇൻ പീരീഡ് എത്രയായിരുന്നു? 5 years ആയിരുന്നു. അമെൻമെൻറ്റ് എത്രയായി? 3 years ആയി. അപ്പോൾ 3 അമെൻമെൻറ്റാണ് വന്നിരിക്കുന്നത്. ഞാൻ 54 GB ആഫ്റ്റർ അമെൻമെൻറ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഞാൻ SSC, എൻ്റെ കയ്യിലൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. അതാണ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. അതിനെ ഞാൻ വിറ്റു. അവിടെ നിന്ന് എനിക്ക് പൈസ കിട്ടി, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ആ പൈസയെ ഞാൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് എലിജിബിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ എലിജിബിൾ കമ്പനി അതിനെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലോ ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ ലോക്ക് ഇൻ പീരീഡ് 5 വർഷമായിരുന്നത് ഇപ്പോൾ അത് 3 വർഷമായി. അതായത് കമ്പനിക്ക് 3 വർഷം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. എലിജിബിൾ കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ കമ്പനി, മൈക്രോ സ്മോൾ ഓർ മീഡിയം എൻ്റർപ്രൈസസ് ഓർ മാനുഫാക്ചറിങ് ബിസിനസ്. എൻ്റെ ഹോൾഡിംഗ് പണ്ട് 50% വേണം എന്നായിരുന്നു. ഇപ്പോൾ അമെൻമെൻറ്റ് വന്നിട്ട് അത് 25% ആയാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് 1st April 2019 to 1st April 2021 വരെ. ഓക്കെ. അപ്പോൾ ഞാൻ പ്രൊവിഷനിൽ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ. SSC is an individual or HUF transferred a long-term capital asset, residential house property. Transfer was so made before 1st April 2021. Earlier it was 2019. Okay, or extension കിട്ടിയിട്ടുണ്ട് 2021. Eligible company means eligible startups, eligible business, financial year. ഇത് നിങ്ങൾ സെക്ഷനിലൊന്ന് നോക്കിയാൽ മതി. SSC holds more than 50% എന്നുള്ളത് ഇപ്പോൾ 25% ആയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ക്യാരി എ ലോക്ക് ഇൻ പീരീഡ് ഓഫ് 5 years ആയിരുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇപ്പോഴും 5 years തന്നെയാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇത് എത്രയാണ്? ലോക്ക് ഇൻ പീരീഡ് ഷാൽ ബി 3 years ആൻഡ് നോട്ട് 5 years. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇപ്പോഴും 5 years ലോക്ക് ഇൻ പീരീഡ് വേണം. പക്ഷേ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണെങ്കിൽ 3 years ലോക്ക് ഇൻ പീരീഡ് മതി. അതിനുള്ളിൽ കമ്പനിക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ഓക്കെ. സോ ഇതായിരുന്നു നിങ്ങളുടെ 54 GB അമെൻമെൻറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം സെക്ഷൻ 112A ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. അഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞു ക്യാപിറ്റൽ ഗെയിനിലുള്ള എല്ലാ അമെൻമെൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 112A സെക്ഷൻ 1038 അബോളിഷ് ചെയ്തു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ടാക്സ് എത്രയാണ്? ഇൻ എക്സസ് ഓഫ് 1 lakh. അതായത് 1 lakh വരെ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. ഓക്കെ. അതിന് കൂടുതലുള്ള എമൗണ്ടിൽ എത്രയാണ്? 10% ആണ് ടാക്സ് റേറ്റ്. പ്ലസ് ഹയർ എഡ്യൂക്കേഷൻ സെസ് 4%. ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. 10% ടാക്സ് റേറ്റ് എപ്പോഴാണ് കിട്ടുക? STT പെയ്ഡ് ഓൺ അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ആൻഡ് യൂണിറ്റ്സിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് സെയിൽ ചെയ്യുമ്പോൾ STT പേ ചെയ്യണം. അതായത് ഷെയർസിൻ്റെ കേസിൽ, ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ നിങ്ങൾ അക്വയർ ചെയ്തപ്പോഴും സെയിൽ ചെയ്യുമ്പോഴും STT പേ ചെയ്യണം. ഓക്കെ. യൂണിറ്റ്സിൻ്റെ കേസിൽ, അതായത് ഇക്വിറ്റി ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ആണെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ STT പേ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അസറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അസറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 112A എക്സംഷൻ 112A സെക്ഷൻ അപ്ലൈ ആവും. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് 10% അടച്ചാൽ മതി. എത്ര? എക്സസ് ഓഫ് 1 lakh. 1 lakhന് കൂടുതലുള്ള എമൗണ്ടിൽ 10% പ്ലസ് 4% സെസ്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഓക്കെ, റീബേറ്റ് ഇതിൽ കിട്ടില്ല, 112Aയിൽ റീബേറ്റ് കവർ ആവുന്നില്ല. ഓക്കെ, രണ്ടാമത് 112Aയിൽ ഇൻഡെക്സേഷനും കിട്ടില്ല, ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതല്ല. ഓക്കെ, സോ ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റും കിട്ടില്ല, അതിനകത്ത് റീബേറ്റും കവർ ആവുന്നില്ല. സോ ഇത് രണ്ടും ആണ് 102Aയിൽ കിട്ടാത്തത്. ഓക്കെ, മൂവിങ് അഹെഡ്. ഇവിടെ ഒരു ചെറിയ സം പ്രോബ്ലം മാതിരി ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ഇനി എക്സെപ്ഷൻ ടു STT പേയ്മെൻറ്റ്. ഓക്കെ, എക്സെപ്ഷൻ ടു STT പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു അമെൻമെൻ്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വഴി കൊണ്ടുവന്ന അമെൻമെൻ്റ് ആണ്. സപ്പോസ് STT ഈസ് നോട്ട് പെയ്ഡ്, then also SSC is eligible for 112Aയുടെ ബെനിഫിറ്റ്. അതായത് STT പേ ചെയ്തിട്ടില്ലെങ്കിലും 112Aയുടെ ബെനിഫിറ്റ് SSCക്ക് കിട്ടും. എങ്ങനെ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നില്ല 112Aയുടെ ഇത്ര ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. 112A കിട്ടിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ വിൽക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ FMV, ഈ FMVനെ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ FMV, സപ്പോസ് FMV ഉണ്ടെങ്കിൽ STT പേ ചെയ്തില്ലെങ്കിലും SSC ഈസ് എലിജിബിൾ ടു ക്ലെയിം ബെനിഫിറ്റ് അണ്ടർ സെക്ഷൻ 112A. അതെപ്പോഴാണ് അങ്ങനെ വരുന്നത്? ഇഫ് ഷെയർസ് അക്വയർഡ് പ്രയർ ടു 1st October 2004, വെരി വാലിഡ് കേസ്. അതായത് ഫസ്റ്റ് ഈ STTയുടെ കോൺസെപ്റ്റ് തന്നെ വന്നത് 1st October 2004 അപ്പോൾ അതിന് മുന്നേ ഒരാൾ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഷെയർസ് നമുക്ക് അക്വസിഷനിലും ട്രാൻസ്ഫറിലും രണ്ട് സമയത്തും STT പേ ചെയ്തിരിക്കണം. യൂണിറ്റ്സ് ആണെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രം STT പേ ചെയ്താൽ മതി. പക്ഷേ ഷെയർസിൻ്റെ കേസിൽ അക്വിസിഷൻ്റെ സമയത്തും ട്രാൻസ്ഫറിൻ്റെ സമയത്തും STT പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ 112Aയുടെ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ സപ്പോസ് എൻ്റെ ഷെയർസ് ഞാൻ പർച്ചേസ് ചെയ്തത് 1990 ആ സമയത്ത് STTയുടെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ട്രാൻസ്ഫർ ഇപ്പോഴാണ് ചെയ്യുന്നത്, അപ്പം ഞാൻ STT പേ ചെയ്തേക്കാം. പക്ഷെ അവിടെ എന്തേ തെറ്റില്ലല്ലോ, കാരണം ആ സമയത്ത് STTയുടെ കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് 112Aയുടെ ബെനിഫിറ്റ് കിട്ടാണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 112Aയുടെ ബെനിഫിറ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർസ് ബിഫോർ അക്വയർഡ് പ്രയർ ടു 1st October 2004 ആണെങ്കിൽ കൂടിയിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 112Aയുടെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി സപ്പോസ് ഷെയർസ് അക്വയർഡ് ആഫ്റ്റർ 1st October 2004 പക്ഷെ എന്നിരുന്നാലും ഞാൻ അതിൻ്റെ മുകളിൽ STT പേ ചെയ്തിട്ടില്ല. അതെങ്ങനത്തെ ഒരു കേസസ് ആണ്? സപ്പോസ് എനിക്ക് ഷെയർസ് കിട്ടിയിരിക്കുന്നത് അമാൽഗമേഷൻ വഴിയാണ്. അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഹൈക്കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ട്. പക്ഷെ ഹൈക്കോർട്ട് അവരുടെ ലിസ്റ്റിൽ STT പേ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അക്വസിഷൻ ഞാൻ അക്വയർ ചെയ്തിരിക്കുന്നത് അമാൽഗമേഷൻ വഴിയാണ്, അതായത് ഹൈക്കോർട്ട് വഴിയാണ് ഞാൻ എന്ത് ചെയ്തത്? ഷെയർസ് അക്വയർ എനിക്ക് കിട്ടിയത്, അതായത് ഷെയർസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ കേസിൽ ഞാൻ STT പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ 112Aയുടെ എലിജിബിൾ ആവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ, അമാൽഗമേഷൻ്റെ കേസിൽ, അല്ലെങ്കിൽ സ്ലം സെയിലിൻ്റെ കേസിൽ, സ്ലം സെയിൽ എന്ന് വെച്ചാൽ ഞാൻ കൂട്ടത്തോടു കൂടി സെയിൽസ് ഫുള്ള് ഇത് ചെയ്യണം, അക്വയർ ചെയ്യാണ്. അവിടെ ഞാൻ ഓരോ പർട്ടിക്കുലർ ഷെയർസിൻ്റെ വാല്യൂ കണക്കാക്കുന്നില്ല, അപ്പോൾ STTയുടെ സ്റ്റോറിയും വരുന്നില്ല. പക്ഷേ ഈ കേസുകളൊക്കെ SSCയുടെ തെറ്റല്ലല്ലോ. അപ്പോൾ അത് കാരണം CBDT അതിനെ കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനത്തെ കേസസിലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പർച്ചേസിൻ്റെ സമയത്ത് STT പേ ചെയ്തില്ലെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് 112Aയുടെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ 112Aയുടെ ബെനിഫിറ്റ് ഇഫ് യുവർ ഷെയർസ് ആർ പർച്ചേസ് ബിഫോർ 1st October 2004, STTയുടെ കോൺസെപ്റ്റേ ഇല്ല, പക്ഷെ എങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് 112Aയുടെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, അതായത് ഇൻ എക്സസ് ഓഫ് 1,10% നിങ്ങൾക്ക് ടാക്സ് നിറയ്ക്കണം. ഇനി ഷെയർസ് അക്വയർഡ് ആഫ്റ്റർ 1st October 2004 പക്ഷേ ഹൈക്കോർട്ട് വഴി, NCLT വഴി, അപ്രൂവ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി, അല്ലെങ്കിൽ സെബി വഴി, അല്ലെങ്കിൽ ഇസോപ്പ് സ്കീം വഴി, അല്ലെങ്കിൽ അമാൽഗമേഷൻ വഴി, അല്ലെങ്കിൽ സ്ലം സെയിൽ വഴി, ഈ കേസസിലൊന്നും STT പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് SSCയുടെ തെറ്റുമല്ല. അപ്പോൾ ആ കേസസിലും ഈവൻ ദോ യുവർ ഷെയർസ് ആർ പർച്ചേസ് 1st October 2004, then also you are eligible for
112ന്റെ ബെനിഫിറ്റ്, 12എയുടെ ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ 112ൽ വന്ന അമെൻമെൻറ്റ്. ഓക്കെ, ഇത് പ്രസ് നോട്ട് ഇത് ഓൾറെഡി എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ബേസിക് ടാക്സ് റേറ്റ്സ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഫസ്റ്റ് വീഡിയോ നോക്കുക. ബേസിക് ടാക്സ് റേറ്റ്സ് ഡയറക്റ്റ് ടാക്സ് അമെൻമെൻറ്റ് പാർട്ട് 1ൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് നിങ്ങളുടെ 15%, അതായത് 10% 15% സർചാർജ് മാത്രമേ എന്തിൽ അപ്ലിക്കബിൾ ഉള്ളൂ, 112ൽ അപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ അതിൽ ഹയസ്റ്റ്, അതായത് നിങ്ങളുടെ 25%ഉം 37%ഉം സർചാർജ് 112ൽ അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പ്രസ് നോട്ട് വഴി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനിൽ വന്ന അമെൻമെൻറ്റ്സ്. സോ ക്യാപിറ്റൽ ഗെയിനിൽ വന്ന അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യം CII നിങ്ങളുടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? 289 ആണ്. പിന്നെ 50 CAയിൽ വന്ന ഒരു അമെൻമെൻറ്റ് ഉണ്ട്, അതായത് ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് പേഴ്സൺ, അത് പിന്നീട് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഹൗസ് പ്രോപ്പർട്ടി 2 കോടിക്ക് താഴെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 2 കോടിക്ക് മേലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ബെനിഫിറ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ടാക്സേഷൻ ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചാർട്ട് വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54GB അതും ചാർട്ട് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ 112 ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനിലുള്ള അമെൻമെൻറ്റ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ സെക്ഷൻ 9 സാലറിയിൽ, ഹൗസ് പ്രോപ്പർട്ടിയിൽ, PGBPയിൽ ക്യാപിറ്റൽ ഗെയിനിൻ്റെ അമെൻമെൻറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് അതർ സോഴ്സസിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അതർ സോഴ്സസിൽ വന്നിരിക്കുന്ന മിക്ക അമെൻമെൻറ്റ്സും ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ 3 അമെൻമെൻറ്റ്സ് ഓൾറെഡി കവർ ചെയ്തതാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമുക്ക് പിന്നെയും അതിനൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈ റെഡിൽ എഴുതിയിരിക്കുന്നതാണ് അമെൻമെൻറ്റ്സ്. ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ റെസിഡൻറ്റ് ടു NR മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഷാൽ ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് അതായിരുന്നു. സെക്ഷൻ 9 ഒരു റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഇൻ ദി ഫോം ഓഫ് മണി ഔട്ട്സൈഡ് ഇന്ത്യ, ദെൻ ഇറ്റ് വുഡ് ബി considered as income under as per section 9 and taxable under as per section 56 in the hands of non-resident. Residentന് അത് ടാക്സബിലിറ്റി വരില്ല, കാരണം ഗിഫ്റ്റ് വിൽ ഇറവക്കബിൾ അസെറ്റ്, എന്താണ് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല as per section 47. സോ നോ ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിഡൻറ്റ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതിവിടെ പിന്നെയും റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇനി ബോർഡ് ഷാൾ പ്രിസ്ക്രൈബ് ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ക്ലാസ് ഓർ ക്ലാസ് പേഴ്സൺ. നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ കണ്ടു 50 CAയുടെ കൂടെ ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പേഴ്സണിന് ഇതെന്താണ് ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവില്ല എന്നുള്ളത്. ഈ ക്ലാസ് ഓർ ക്ലാസ് ഓഫ് പേഴ്സൺ ആരാന്നുള്ളത് നമുക്ക് പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഫോളോയിങ് ഈസ് എക്സെംപ്റ്റ്. ഗിഫ്റ്റ് റിസീവ് ഫ്രം ഫോളോയിങ്, ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എക്സെംപ്റ്റ് അണ്ടർ സെക്ഷൻ 56 to 10. എന്തൊക്കെയാണ്? ഗിഫ്റ്റ് ഫ്രം എനി റിലേറ്റീവ്, ഇത് ഓൾറെഡി പഠിച്ചാണ്. ഓൺ ഒക്കേഷൻ ഓഫ് മാരേജ്, ബൈ വിൽ ഓർ എ വേ ഓഫ് ഇൻഹെറിറ്റൻസ്, ലോക്കൽ അതോറിറ്റി, ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, 100% സബ്സിഡി. ഇത് രണ്ടും അമെൻമെൻ്റ് ആണ്. ഗിവൺ ബൈ ഇൻഡിവിജ്വൽ ടു ട്രസ്റ്റ് ഫോർ ബെനിഫിറ്റ് ഓഫ് റിലേറ്റീവ്. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇൻഡിവിജ്വൽ, ഓക്കെ, ഞാൻ എൻ്റെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടി ഞാൻ ഫ്യൂച്ചറിൽ അവർക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും പ്രൊവിഷൻ ചെയ്യാവുന്ന. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. ആ ട്രസ്റ്റ് ഫോം ചെയ്തത് ഞാൻ കുറച്ച് ബിസിനസ്സുകൾ നടത്തി. എന്നിട്ട് അവിടെയുള്ള ട്രസ്റ്റീസിനോട് ഞാൻ പറഞ്ഞു, ഈ ബിസിനസ്സിൽ നിന്ന് വരുന്ന എല്ലാ ഇൻകം എൻ്റെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും അങ്ങനെ ജനറേഷനിലേക്ക് പോകണം എന്നുള്ളത്. ഓക്കെ, നൗ ഇവിടെ AO എന്ത് ചെയ്തു? ക്ലബിങ്ങിൻ്റെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്തു. അതായത് എന്താ, ഞാൻ ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി ട്രസ്റ്റ് വഴിയാണ് എൻ്റെ റിലേറ്റീവിന്, അതായത് എൻ്റെ കുട്ടികൾക്ക് ഞാൻ പൈസ എത്തിച്ചത്. പക്ഷേ ഇവിടെ മിസ്റ്റേക്ക് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇത് ക്ലബിങ്ങിൻ്റെ പ്രൊവിഷനിൽ അപ്ലിക്കബിൾ ആക്കണം എന്ന് നിർബന്ധമില്ല. കാരണം അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ഇവിടെ ആരാ? റിലേറ്റീവാണ്. ഓക്കെ, സോ ബെനിഫിറ്റ് ഇൻഡിവിജ്വൽ ഒരു ട്രസ്റ്റ് വഴി റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഓർക്കണം, റിലേറ്റീവ് ആരൊക്കെയാണ്? ഫുള്ള് ലിസ്റ്റ് ഓർമ്മയുണ്ടല്ലോ. സ്പൗസിൻ്റെ ബ്രദർ സിസ്റ്റർ, എൻ്റെ ബ്രദർ സിസ്റ്റർ, അവരുടെ സ്പൗസസ്, പിന്നെ ലീനിയൽ ആൻസിഡൻറ്റ് ആൻഡ് ഡിസെൻഡൻറ്റ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് എൻ്റെ ലീനിയൽ ഡിസെൻഡൻസ് ആണ്. അപ്പോൾ അവരുടെ റിലേറ്റീവായിട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഒരു ട്രസ്റ്റ് വഴി
അവർക്ക് എന്ത് ചെയ്യാണ്, ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഗിഫ്റ്റ് എന്താണ്, എൻ്റെ എക്സെംപ്റ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഗിഫ്റ്റ് കേസ് വന്നാലും ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് എക്സെംപ്റ്റ്. ഓക്കെ, സച്ച് ക്ലാസ് ഓഫ് പേഴ്സൺ ആൻഡ് സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻ. അഗെയിൻ ഇത് റിപ്പീറ്റ് ആയിരിക്കാണ്, ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് പേഴ്സണിന് ഇതെന്താണ്, ആ പ്രൊവിഷൻസ് അപ്ലൈ ആവില്ല എന്നുള്ളത് പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വലിയൊരു എക്സ്പ്ലനേഷനാണ്, പക്ഷേ ഞാനിതിനെ സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് എന്തെന്നുള്ളത്, ഇൻ്റർ ലെവലിൽ ഇമ്പോർട്ടൻറ്റ് എന്തെന്നുള്ളത് മാത്രം പറഞ്ഞുതരാം. ഇനി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഞാൻ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു വലിയൊരു പ്രീമിയത്തിൽ, പ്രീമിയം എമൗണ്ടിൽ. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിനെക്കാട്ടും കൂടുതൽ. അപ്പം ഞാൻ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിരിക്കുകയാണെങ്കിൽ, ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇഫ് എ ക്ലോസ്ലി ഹെൽഡ് പ്രൈവറ്റ് കമ്പനി. ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ടു ഷെയർ ടു എ റെസിഡൻറ്റ് ഷെയർ ഹോൾഡർ. റെസിഡൻറ്റ് ഷെയർ ഹോൾഡറിന് ഷെയർ ഇഷ്യൂ ചെയ്യാണ് പ്രീമിയമിൽ. ദെൻ കൺസിഡറേഷൻ മൈനസ് FMV. വളരെയധികം ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ മൈനസ് FMV. ഫേസ് വാല്യൂ അല്ല, FMV, ഫെയർ മാർക്കറ്റ് വാല്യൂ. സോ കൺസിഡറേഷൻ മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ. ഓർത്ത് വയ്ക്കുക, ഇവിടെ ഭയങ്കരമായിട്ട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. കൺസിഡറേഷൻ മൈനസ് ഫേസ് വാല്യൂ അല്ല, കൺസിഡറേഷൻ മൈനസ് FMV വിൽ ബി കൺസിഡർഡ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് കൺസിഡറേഷൻ മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഡിഫറൻസ് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സബിൾ ആണ്. ഓക്കെ, പക്ഷേ ഒരു എക്സെപ്ഷൻ, രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണ് രണ്ട് എക്സെപ്ഷൻ? ഇഫ് ദിസ് പ്രീമിയം, ഈ പ്രീമിയം കിട്ടിയത് റിസീവ്ഡ് ബൈ എ വെഞ്ചർ ക്യാപിറ്റൽ. ഈ പ്രീമിയം റിസീവ്ഡ് ആർക്കാണ് റിസീവർ? വെഞ്ചർ ക്യാപിറ്റൽ അണ്ടർടേക്കിംഗ് റിസീവർ. പേഴ്സൺ സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ പേഴ്സൺ സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഇത് കൊടുത്തതെങ്കിലും ആസ് ഓഫ് നൗ കാറ്റഗറി 1 AIF ഇത് കാറ്റഗറിയാണ് ആസ് സ്പെസിഫൈഡ്. ആൻഡ് ആസ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ബൈ കാറ്റഗറി 2 AIF ഷാൽ ബി എക്സെംപ്റ്റ്. ഇത് ഫൈനാൻസ് ആക്ടിൽ വന്നതാണ് ഇത് രണ്ടും. ഓക്കെ, ആൻഡ് നോട്ടിഫിക്കേഷൻ ബൈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും എന്താണ്, ഇത് എക്സെപ്ഷൻ ആണ്. അതായത് ഇഫോസിൽ ടാക്സബിൾ ആവില്ല. അപ്പോൾ ജനറലി നോക്കിയാൽ രണ്ടേ ഉള്ളൂ. എന്തൊക്കെയാണ് രണ്ട് എക്സെപ്ഷൻ? പ്രീമിയം റിസീവ്ഡ് ബൈ വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് പേഴ്സൺ സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് എത്ര പേര് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്? 3 പേര്. 1 കാറ്റഗറി 1, പിന്നെ കാറ്റഗറി 2 AIF, ദെൻ സ്റ്റാർട്ടപ്സ്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഈ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ consider startup up to 10 years of incorporation, turnover or for any of the financial year has not exceeded 100 crores and object a startup ne object endairikkanam employment generation or wealth creation and high potential of employment generation or wealth creation ആയിരിക്കണം അതിൻ്റെ മെയിൻ മോട്ടോ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അതായത് ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനി, പ്രൈവറ്റ് കമ്പനി റെസിഡൻറ്റ് ഷെയർ ഹോൾഡറിന് പ്രീമിയമിൽ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കൺസിഡറേഷൻ മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ. അവർ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫേസ് വാല്യൂ തരും, പക്ഷെ നിങ്ങൾക്ക് അതെല്ലാം നോക്കേണ്ടത് കൺസിഡറേഷൻ മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ FMV is equal to ഇഫോസിൽ ടാക്സബിൾ ആവും. പക്ഷേ അത് എക്സെപ്ഷൻ ഉണ്ട്. പ്രീമിയം എങ്ങാനും റിസീവ്ഡ് ബൈ വെഞ്ചർ ക്യാപിറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ പേഴ്സൺ സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഇത് എക്സെപ്ഷൻ ആണ്. അതായത് ഇഫോസിൽ ടാക്സബിൾ ആവില്ല. സെൻട്രൽ ഗവൺമെൻറ് എത്ര പേരെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ വർഷം വരെ കാറ്റഗറി 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനാൻസ് ആക്ട് 19 കാറ്റഗറി 2 സ്റ്റാർട്ടപ്സിനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് സ്റ്റാർട്ടപ്പിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നല്ലോ. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യണം. ബട്ട് ഇഫ് കമ്പനി ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് കണ്ടീഷൻസ് മെൻഷൻ, മുകളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിനെ കമ്പനി കംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ദെൻ എനി കൺസിഡറേഷൻ കിട്ടിയത് received as premium shall deemed to be income chargeable to tax for previous year in which failure has taken. അതിന് അണ്ടർ റിപ്പോർട്ടിംഗ് ഇൻകം, അതായത് നിങ്ങളുടെ കൺസിഡറേഷൻ നിങ്ങൾക്ക് നിങ്ങൾ ഈ കണ്ടീഷൻസിനെ നിങ്ങൾ കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കൺസിഡറേഷനെ ടാക്സബിൾ ആക്കും. അതായത് അണ്ടർ റിപ്പോർട്ടിംഗ് ഇൻകം എന്ന് പറഞ്ഞ് 270A സെക്ഷൻ 270A പെനാൽറ്റി നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവും. അതായത് 270A പറഞ്ഞിരിക്കുന്ന പെനാൽറ്റി അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകത്തിൻ്റെയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? പെനാൽറ്റി അവർ ചാർജ് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ അതർ സോഴ്സസിലുള്ള
അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതർ സോഴ്സസിൽ മെയിൻലി ഓൾറെഡി കവർ ചെയ്തത് 2 അമെൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. 3ാമത്തെ അമെൻമെൻറ്റ് എന്നുള്ളത് ഞാൻ ഇൻഡിവിജ്വൽ ട്രസ്റ്റ് വഴി റിലേറ്റീവിന് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എക്സെപ്റ്റ്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഈ സ്റ്റാർട്ടപ്പിൻ്റെയാണ്, അതായത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയമിലാണ് ഷെയർ. പ്രൈവറ്റ് കമ്പനി റെസിഡൻറ്റ് ഷെയർ ഹോൾഡറിന് പ്രീമിയമിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കൺസിഡറേഷൻ മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ വിൽ ബി കൺസിഡേർഡ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. വെഞ്ചർ ക്യാപിറ്റലും ഗവൺമെൻറ് സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റിൽ 3 പേരുണ്ട്. AIF കാറ്റഗറി 1, AIF കാറ്റഗറി 2 സ്റ്റാർട്ടപ്സ്. നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ, ഇത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ, ഇഫ് യു മേക്ക് എനി ഫെയിലിയർ ഇൻ കംപ്ലൈയിങ് ദിസ് സിറ്റുവേഷൻ ദെൻ 270A പെനാൽറ്റി വരും, അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ അതർ സോഴ്സസിലുള്ള അമെൻമെൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ സെക്ഷൻ 9 സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ് 5 ഹെഡും സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഉള്ള എല്ലാ മേജർ അമെൻമെൻറ്റ്സും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇത് CA ഇൻറ്റർ, CMA ഇൻറ്റർ, CS എക്സിക്യൂട്ടീവ്, CA ഫൈനൽ ആൻഡ് CS പ്രൊഫഷണൽ ആൻഡ് CMA ഫൈനൽ ഇവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ബിക്കോസ് ദീസ് ആർ ഓൾ ബേസിക് അമെൻമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇൻ്ററിലും ഫൈനൽ ലെവലിലും പഠിക്കുന്ന എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിഷൻ, ഇപ്പം ഇത്രയും പഠിച്ചതിലോ പ്രൊവിഷനിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഡൗട്ട് ചോദിക്കുക. അല്ല നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെയിൽ ചെയ്യാം, എനിക്ക് മെയിൽ അയക്കാം. എൻ്റെ മെയിൽ ID nvarma2601@gmail.com. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിലും വന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് സെൻഡ് മെയിൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജും മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും കൊടുക്കും. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റിന് ഇത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവിഷനിൽ ക്ലാരിഫിക്കേഷൻ വേണോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ മനസ്സിലായിട്ടില്ല, അങ്ങനെ എങ്ങാനും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ഇത് ജൂലൈയിൽ വരാൻ പോകുന്ന എക്സാമിനും നവംബറിലുള്ള എക്സാമിലുള്ള എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ വളരെ നന്ദി ഫുൾ വീഡിയോ കണ്ടതിന്. അടുത്ത വീഡിയോന് വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള അമെൻമെൻറ്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. മാക്സിമം ഷെയർ ചെയ്യുക, പ്ലീസ് മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.